കാണേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. എനിക്കറിയാം ഒനിയിൽ അങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റാമ്പിങ് അവിടെ വന്നു. ഈ പോണതിനെങ്ങനെ എറിഞ്ഞ് ഞാൻ കാണുന്ന ലൈവല്ല ഏഷ്യാനെറ്റിൽ. പിന്നെ ആൾക്കാർ പറഞ്ഞപ്പോ എന്റെ മോൻ അവിടെ അടുത്ത് പോലും ഉണ്ടാവില്ല ചിലപ്പോ. അതെ അതെ അതെ. അത് ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ഡിസ്കംഫർട്ട് വരുത്താം. അതെ അതെ അതെ. അവർക്കത് പറയാൻ സമയം വേണ്ടി വരും. റൂഡിലല്ല, തെറ്റാണ്. അതെ അതെ അതെ. കാണിച്ചത് ക്രൈമാണ്. ഒരിക്കലും അത് നല്ല ഗെയിമാന്ന് പറയുന്നില്ല. നമ്മളെ അത് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം ചീപ്പ് ഗെയിം അതിപ്പോഴും അതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? വിട്ടിട്ടില്ല നിങ്ങൾ ആരും? പറ്റില്ല മോളെ. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഇല്ലല്ലോ. ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സീന ഇപ്പോഴും എന്റെ മനസ്സിലെ കരച്ചില് ഉണ്ട്. അപ്പം വിടില്ല. ആ ഒരു സമയത്ത് തന്നെ ലക്ഷ്മിക്ക് കിട്ടുന്നത് കിട്ടിയ ആ സമയത്ത് തന്നെ ലക്ഷ്മി ഓർ മസ്താനി റോങ് ഗായ് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അത് അവരുടെ ഇഷ്ടകാലം. ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് ഫൈബർ ഗുഡ്. ബിഗ് ബോസ് സീസൺ 6 വരെ ഉണ്ടായിരുന്നേക്കാളും ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് സീസൺ 7 പോയിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ പ്രൊമോ ഇസ് നോട്ട് ദ പ്രോമിസ് എന്ന് പറയുന്നുണ്ടെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ഫയർ അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒട്ടുമിക്ക ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ എപ്പിസോഡ് കാണുന്നില്ലെങ്കിലും ലാലേട്ടൻ്റെ ആ 2 സാറ്റർഡേ സൺഡേയിലത്തെ ആ പൊരിക്കൽ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അടുത്തിടയ്ക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻറ്റിൻ്റെ പാരൻസും ബ്രദറും അതേപോലെ ഒരു പ്രേക്ഷകർ അവരുടെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാന്നുള്ളതിൻ്റെ ക്ലൂ ഞാൻ തരാം. ആദ്യം ഈ ഒരു വ്യക്തി അകത്തോട്ട് കയറിയപ്പോൾ ഈവൻ എല്ലാവർക്കും പേര് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിച്ചു എന്താണ് അങ്ങനെ ഒരു പേര്. എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ഫ്രീക്കാണ്. ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഒനിലിൻ്റെ ഫാമിലി, മമ്മിയുണ്ട്, പപ്പയുണ്ട്, ബ്രദറുണ്ട്. ഇന്ന് അവരാണ് നമ്മളോട് വിശേഷങ്ങൾ പറയാൻ പോകുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒനിൽ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നതെന്നുള്ള വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല. സുഖം. കുഴപ്പമില്ലാത്ത അതിലൊരു കുഴപ്പമുണ്ട്. അതെ അല്ലേ? വെയിറ്റിംഗ് ആണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഒനില് എങ്ങനെയാണ് ഈ ഒരു പേര്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ് അല്ലേ? ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇതായിട്ട് പറയുന്നല്ല, പെട്ടെന്ന് ഒനിൽ എന്നുള്ളൊരു പേര് ഇപ്പോൾ ഈ ഒരു സീസൺ 7 കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ടുള്ള പേരാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേര് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഒരു എൻട്രി ഒനിലിന് വന്നത് എന്നുള്ളത്? വന്നത് ഞാനാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് അതിനകത്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. കാരണം നിങ്ങളുടെ 5 അല്ലേ, സീസൺ 5 ടീമിന് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അഖിൽമാരാണ്, ശോഭ, ദേവു, വിഷ്ണു, അങ്ങനെയുള്ള എല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മിക്ക് ഈവൻ എനിക്ക് തന്നെയാണെങ്കിലും 1-ലോ 2-ലോ 3-ലോ ഏതെങ്കിലും ഒരു സീനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മമ്മിയോട് ചോദിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട് അല്ലേ? കാരണം അത്രയും ബൈ ഹാർട്ടാണ് അല്ലേ, ഡൈ ഹാർട്ട് ഫാൻ ഓൾമോസ്റ്റ്. അപ്പം അവരെല്ലാം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഓരോ ദിവസം ഞാൻ എല്ലാവരെയും കോംബോ ഇടി എല്ലാം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ എപ്പോഴും ഉണ്ണിനോട് പറയുന്നു, പ്ലീസ് നീ ഒരു ദിവസം അതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതിൻ്റെ അകത്ത് വരണമെന്ന്. ദെൻ ഐ പോസ്റ്റ്. പിന്നെ അവൻ അവൻ്റെതായ കഴിവുകളുള്ളവനാണ്. അവൻ എങ്ങനെ അത് ഇതിനകത്ത് എൻറ്റർ ചെയ്തെന്നുള്ളത് അവൻ്റെ കാര്യം. അതെ. അപ്പം എന്താ പറയാ, മമ്മിയുടെ ആഗ്രഹവും ഭാഗ്യവും എല്ലാം കൂടി ആയിട്ട് ആള് അതിൻ്റെ അകത്തുണ്ട്. അപ്പം ആദ്യത്തെ പ്രാവശ്യമൊക്കെ ലൈക്ക് എന്താ പറയാ, എനിക്കും എന്താണ് ഒനിലിന്റെ ഗെയിം അല്ലെങ്കിൽ എന്താണ് ഒനിൽ ചെയ്യാൻ പോകുന്നത് ഒരു സൈലന്റ് സൈഡ് ഇങ്ങനെ പിടിച്ചു പോവുമായിരുന്നു. അപ്പോൾ പല സിറ്റുവേഷനിലും ഈവൻ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒനിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒനിലിന്റെ കണ്ടന്റ് എന്താണ്. അപ്പം ഈ ഒരു സീസണിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ് തുടക്കം തൊട്ട് കോമണർ കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ ഉറുമ്പ് ഫുഡ് എടുത്ത് പോകണ മാതിരി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു ഭാഗത്ത് ആള് പൊതുവെ സൈലന്റ് ആണോ, ആളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ യുനോ എങ്ങനെയാണ് ഒരു കാര്യത്തിന് എടുക്കുന്നത്? ഇപ്പൊ ഈ സീസൺ 7 ആളകത്ത് നിൽക്കുന്ന ഗെയിം ഓഫ് കോഴ്സ് ലൈവ് കാണുന്നുണ്ടല്ലോ, അതിൽ നിന്നും പുറത്ത് ഒനിൽ എത്രത്തോളം ഡിഫറെന്റ് ആണ്? അത് തന്നെയാണ് പുള്ളി എല്ലാ വിഷയത്തിലും കേരള തന്നെയാണ്. ഓക്കെ. പുള്ളി ഒരു ടോപ്പിക്ക് പുറത്ത് നടക്കണമെന്നെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന ആളാണ്. ഓക്കെ. പുള്ളി പക്ഷെ അത് ഒരു പ്രോപ്പർ എന്താ പറയാ, ഒരു ക്വാളിറ്റിയുള്ള വിഷയമായിരിക്കണം.
ആ ഇഷ്യൂക്ക് ഒരു ഇത് ഒരു 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 ബലം ആ വേണം. അതെ. അതല്ലേ പുള്ളി സംസാരിക്കുള്ളൂ. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ബാക്കിയുള്ള ഇഷ്യൂസ് കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതെ അതെ അതെ. ലൈക്ക് അതിന്റെ ഉള്ളിൽ എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും വേണ്ടത് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ മാതിരി കണ്ടന്റ് ആണ്. അപ്പൊ കാലത്ത് എണീക്കുമ്പോൾ ഏത് ക്യാമറയുടെ പോയിട്ട് നിന്നിട്ട് എവിടെയാണ് വിഷയം കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് മേ ബി ദോശ കീറിന്റെ സൈഡ് വെച്ച് കൈമ കൊണ്ടു, അല്ലെങ്കിൽ നിലത്ത് വീണപ്പോൾ സൗണ്ട് കേട്ടു, ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുകളുണ്ട്. കാരണം എല്ലാവരും ഒരു ആഗ്രഹം വെച്ചാണല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അപ്പം ഈവൻ അതായിരിക്കും ആൾ അത്രയും ഒരു സൈലൻ്റായി പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആള് ലൈക്ക് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ആ ഒരു എനിക്ക് തോന്നിയതാണ് ഒരു ഷാർപ്പ്നെസ്, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ പ്ലേസ് ചെയ്യില്ലേ, ഇതിങ്ങനെയാണ് എന്നുള്ളൊരു സാധനം എനിക്ക് കുറവായിട്ട് തോന്നി. മമ്മിയുടെ അഭിപ്രായം എന്താണ്? അവൻ എന്തും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സംസാരിക്കുള്ളൂ. ഓക്കെ. പക്ഷെ കറക്റ്റായിട്ട് പറയുന്നതിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിങ്. കാരണം ബിഗ് ബോസിൽ ഇത്രയും ആൾക്കാർ കണ്ടസ്റ്റന്റ് ഒപ്പോണന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു എന്താ പറയാ ഒരു സ്ട്രോങ്നെസ് കുറവുള്ള പോലെ തോന്നിയോ? ലൈക്ക് അതാണ് സംഭവം. എനിക്കിപ്പോ ലാസ്റ്റ് വീക്കിൽ ഇപ്പൊ ലക്ഷ്മിക്കെതിരെ സംസാരിച്ചത് അതെ 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 അതാണ് ആ ഒരു അതെ പ്യോർ ക്ലിയർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു ബോഡി ലാംഗ്വേജ് മാറി, ടോൺ മാറി. കാരണം അത്രയും വലിയൊരു അലിഗേഷൻ ആണ്. സോ ഐ തിങ്ക് അത് എനിക്ക് പറയാനുള്ള വെച്ചാൽ പുള്ളി ക്രിസ്റ്റൽ ക്ലിയർ ആക്കേണ്ട കാര്യങ്ങളിലാണ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കുന്നതും അല്ലാതെ കാര്യങ്ങളാക്കുന്നില്ല. പുള്ളിക്ക് താല്പര്യം. അതെ, അതായത് അവിടെ പ്രശ്നം നടക്കുമ്പോൾ ഒന്നിൽ തീരുമാനിക്കുക ഇതിൽ ഇടപെടണോ വേണ്ടേ. ഇപ്പൊ അതിന് ശേഷം പുള്ളിക്കാരൻ കുറച്ചൊക്കെ ഇടപെടുന്നുണ്ട്. അവൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇവർ ചില സമയത്ത് അവൻ തന്നെ ചെവിടെങ്കിലും പ്രത്യേകിച്ചിട്ടുണ്ടാവും. കാരണം ആര്യന്റെയും ജിസലിന്റെയും അത് വന്നപ്പോഴും ഓൺലി റിയാക്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങള്. അതിലെ നൂറയുടെ അറിയില്ലായിരുന്നു. ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് ശരിക്കും അയ്യോ ലാലേട്ടൻ ഞാനത് ഇപ്പോഴാണ് അറിയണത്. അല്ല, അത് അതിന്റെ ഉള്ളിൽ ആർക്കും മനസ്സിലായിട്ടില്ല, ആർക്കും കത്തിയിട്ടില്ല ഒരു കോൺവെർസേഷൻ. അത് ആ ഒരു കോൺവെർസേഷൻ നടന്നത് ലാലേട്ടൻ വന്ന് കാണിക്കുമ്പോഴാണ് അത് അവരുടെ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലായി. അതെ, അക്ബർ എന്തേ റിയാക്ട് ചെയ്യാന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ആദില നൂറ ഓണിയും സ്പീക്കിംഗ് ടു ഈച്ച് അതർ കേട്ടിട്ടുള്ള തന്നെയാണ്. ആദിലയുടെ ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് അതിനു വേണ്ടിയാണ്. കാരണം അതിൽ എന്നെ പറയുന്നുണ്ട് അതിലത് ശ്രദ്ധിച്ചിട്ടുള്ള കേട്ടിട്ടുള്ളതാണ്. അല്ല, അത് എന്തോ ഒരാള് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കില്ലേ, എന്തോ സംസാരം. അയാൾ ഇവിടെ ഒണിയിൽ പറഞ്ഞ വിഷയമാണ് കേൾക്കുന്നത്. ഒണിയിൽ അതിലെ നൂറ സ്പീക്കിംഗ്. അപ്പൊ അവര് ആ ഒരു വിഷയത്തിൽ ഇരിക്കുകയാണ്. അതെ, അവിടെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പോകും. അതെ അതെ അതെ. പക്ഷെ അതിനെ മാത്രം എഡിറ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരു പക്ഷെ ആ നോട്ടം മീൻസ് എന്താന്ന് പറയുന്ന ഒരു നോട്ടാണ്. പക്ഷെ അതിനകത്തേക്ക് പക്ഷെ എനിക്ക് തോന്നുന്നത് ലക്ഷ്മിയുടെ ആ ഒരു റിയാക്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അവർ കേട്ടിട്ടില്ല. അവരോട് പെരുമാറാൻ. അതെ അതെ അതെ, സത്യം സത്യം. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അനീഷായിട്ടൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോ തന്നെ നല്ല രീതിയിൽ അവിടെ ബാക്ക് ഫയർ ചെയ്തതാണ് ഈ ഒരു സംഭവം. അപ്പം വിടില്ല. ആ ഒരു സമയത്ത് തന്നെ ലക്ഷ്മിക്ക് കിട്ടുന്നത് കിട്ടിയത് ആ സമയത്ത് തന്നെ. ഒന്നിലും വിടൂല. ഇവ കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റാണ്. അവരുടെ പ്രശ്നം വിടുവോ അവരൊക്കെ അറിഞ്ഞിട്ടില്ല അവര്. ശരി. ഒന്നിയില് എന്താണ് ശരിക്കും പ്രൊഫഷൻ, എങ്ങനെയാണ് ആള് ലോയറാണ്. LLB കഴിഞ്ഞ് LLM എടുത്ത് റിസർച്ചറാണ്. പിന്നെ ആന്ത്രപ്പോളജിസ്റ്റ് ആണ്, സ്റ്റോറി റൈറ്ററാണ്. കുറെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൂടിയായല്ലേ. സ്റ്റോറി ലോയറാണ്, സ്റ്റോറി ടെല്ലറാണ്. പിന്നെ പാൻഡാസ്മ എന്നൊരു നൈറ്റ് വിഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. പിന്നെ ഒരു ഷെഫ് എറണാകുളത്ത് റെസ്റ്റോറന്റ് നടത്തിയിരുന്നു. അങ്ങനെ കുറെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ മാറിയിരിക്കും. പുള്ളിയുടെ നേച്ചർ അതാണ്. കാരണം എപ്പോഴും പുതിയ അതാണ് പുള്ളിയുടെ. ക്രിയേറ്റീവ് ആണ്, ഭയങ്കര ക്രിയേറ്റീവ് ആണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഇപ്പം മമ്മിയുടെ ഞങ്ങൾ ആരും സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല മമ്മിയുടെ ഒരു വോയിസ് അവിടെ കൊടുക്കുന്നുള്ളത്, മനസ്സിലായോ? അപ്പം ലൈക്ക് ആദ്യം വന്നിട്ട് ഇങ്ങനെ ക്യാമിൽ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരായിട്ടൊന്നും ഗെയിം കളിക്കാൻ പറ്റൂല. അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടോൺ മോഡുലേഷൻ നമുക്ക് മനസ്സിലാവും. പിന്നെ അകത്ത് ചെന്നിട്ടാണ് ആ ഒരു പൊട്ടിക്കരച്ചിൽ വന്നത്. അപ്പം ശരിയായിട്ട് തോന്നിയില്ല. This is not right എന്ന് തോന്നിക്കഴിഞ്ഞാൽ we will fight for it. അതെവിടെയായിരിക്കും.
എവിടെയില്ല ഫാമിലിയിലായാലും അപ്പൊ പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി എനിക്കറിയാം. പുള്ളിക്ക് ഇപ്പൊ അവിടെ ഉള്ള എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നിട്ട് തന്നെ ആയിരിക്കും പുള്ളി വെറുതെ വിടുന്നത്. പുള്ളി വിടൂല. പുള്ളിക്ക് അതിനെ തെറ്റ് തോന്നി കഴിഞ്ഞാൽ പുള്ളി അത് ശരിയാവുന്നവരെ ഫൈറ്റ് ചെയ്തോണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരാളാണ് പുള്ളി. കുറച്ച് മറ്റേ റെബല്യസ് ആണ്. ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു ആളിപ്പോ ഈ പറഞ്ഞ മാതിരി ഗെയിംസിലെ ടാസ്കിന്റെ കാര്യത്തില് സ്പോൺസർ ടാസ്ക് എല്ലാം വിജയിക്കാറുണ്ട്. ഫിസിക്കൽ ടാസ്ക് ഫിസിക്കൽ ടാസ്കിൽ ഒരെണ്ണത്തില് നമ്മള് ക്യാപ്റ്റൻസിയുടെ അത് ഫിസിക്കൽ ടാസ്ക് കുറച്ച് ഹാർഡാണ്, കുറച്ച് ഹാർഡാണ്. അന്നത്തെ ടാസ്കിന്റെ ഒക്കെ അവര് കളിച്ചല്ലോ നല്ലപോലെ. മറ്റേ മഡ് അത് അതെന്താന്ന് വെച്ചാ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മോൾഡായി വരും. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഡ്രസ് കൊടുത്തില്ലല്ലോ. അതൊരു വിഷയമാണത്. ഭയങ്കര കോൺഫിഡൻസ് വിട്ടും. നീ പറഞ്ഞോളൂ. പുള്ളി എപ്പോഴും ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ദിവസം ഡ്രസ്സിന്റെ ഒരു ഭയങ്കര വയസ്സാണ്. മാറ്റും. പല ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസ് ആണ് പുള്ളി എല്ലാ ദിവസവും. അങ്ങനത്തെ 3 times ഒക്കെ കുളിക്കും. അതൊക്കെ ഡ്രസ്സും മാറ്റും. അത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിഷമമേ അതിന്റെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പുള്ളിയോടെ പറഞ്ഞു കന്നാസും കള്ളാസൊക്കെ പറഞ്ഞ് കോമഡി എപ്പോഴും കോമഡി പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു മെന്റലി ഒരു ഫസ്റ്റ് ഒരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഡ്രസ് വന്നതിന് ശേഷം പുള്ളി ഓണായിട്ടുള്ളത്. അത് കേറുമ്പോ ഞങ്ങൾ ഒരു സൂട്ട്കേസ് ഡ്രസ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്താ കാരണം എന്നറിയോ? അതെല്ലാം ബ്രാൻഡഡ് ആയിരുന്നു. പിന്നെ പാമ്പും ക്രോക്കഡൈലും അതും ഇതൊക്കെ. ബിഗ് ബോസ് ജനറലി അതൊരു അടിപൊളി ടാസ്ക് ആണ്. കാരണം മെന്റലി ചാലഞ്ചിങ് അത്രേ ഉള്ളൂ. അവിടെ ചാലഞ്ച് ചെയ്ത് നിൽക്കണം. ആ ഒരു ചാലഞ്ച് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത്. സത്യം. കാരണം എന്ന് വെച്ചാ ഇവൻ എന്നെ സംബന്ധിച്ച് കംഫർട്ട് ഡ്രസ് അല്ലെങ്കിൽ നമുക്ക് നിൽക്കാനും ഇരിക്കാനും സംസാരിക്കാനും. ഒന്നാമത് ഇത്രയും ക്യാമറ, ഇത്രയും ആൾക്കാർ കാണുന്നു. അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റ്യൂമിലേക്ക് കുറച്ചും കൂടി ചായ്വുള്ള ആൾക്ക് ഇത് കിട്ടാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അടി തന്നെയാണ്. പോരാത്തൊരു വിങ്ങും അതൊക്കെ ബിഗ് ബോസിന്റെ അതൊക്കെ അവൻ. പക്ഷെ അത് പുള്ളി ആ ഫസ്റ്റ് 2 weeks ആയിരുന്നു. പിന്നെ അതായിട്ട് പുള്ളി റെഡിയായി വന്നു. അപ്പത്തേക്ക് അത് മാറി. അതെ. അത് ഫസ്റ്റ് വീക്ക് ചെന്നപ്പോ തന്നെ കിച്ചൺ ടീമിലായിരുന്നല്ലോ. ഫാത്തിമയുടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതെ. അപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് ഡാലേട്ടിന് അങ്ങനെ കാണിക്കുകയും ചെയ്തില്ല പ്രശ്നം. അപ്പൊ ഒരു വിഷമം ഉണ്ടായി കാണുമായിരിക്കും. ഇപ്പൊ ഞാനും ലാലേട്ടിനും നല്ല കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടെ. ഇപ്പോ ഒനീലിനെ നമുക്ക് കുറച്ചൊന്ന് സൈഡിലോട്ട് വെക്കട്ടെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവിടെ ഒരു എന്താ പറയാ, ആർ യു ഓക്കെ വിത്ത് ദാറ്റ് യുനോ? ആ ഒരു ഗെയിം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാം അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് തോന്നണ ആരാണ്? ആരും ഇല്ല. ഇപ്പൊ സാബുമാൻ വന്ന കൊച്ചക്കാൻ മാത്രമല്ല പാവം. അതിനറിയാൻ പറഞ്ഞിട്ടായിരിക്കും. സാബുമാന് പാവമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ്. അതാണ് വീട്ടിൽ പോയിരിക്കണം പാവമായിട്ടിരിക്കാനാണെങ്കിൽ. അല്ല അത് ഇന്നലെ എനിക്ക് അതിനെ കണ്ടപ്പോഴും സങ്കടം വന്ന പുറത്തൊക്കെ എത്ര ആൾക്കാരുടെ ഒരു പൊസിഷൻ തട്ടിയിട്ടാണ് ആളവിടെ പോയി ഇരിക്കണേന്ന് അറിയാമോ? ഇഷ്ടമുള്ളതും പറയാം, ഇഷ്ടമില്ലാത്തതും പറയാം. ഞാൻ എത്ര പേര് ചോദിക്കണം. എനിക്ക് ഒരു എന്റർടൈൻമെന്റ് അന്വേഷണമാണ്. ഓക്കെ. വെറുതെ എങ്കിലും വെച്ചുമ്പോഴൊക്കെ ഉണ്ടാക്കി സുപ്രഭാതവും സൂപ്പറാണെന്ന് ഞാൻ പറയാനുള്ള സംതിങ് ഡിഫറെന്റ് ഉണ്ട്. തരുന്ന ആ ഒരു വൈബ് അടിപൊളി. നമുക്ക് വ്യൂവറായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം. വ്യൂവറായിട്ട് കണ്ടിരിക്കും. പക്ഷെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. കാരണം ഒരാള് കിടന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾക്ക് ഇടാനുള്ളത് ഇയാൾ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ നടത്താ ഒന്നും മിണ്ടാതെ. പക്ഷെ ഒരു ഫുഡ് കഴിക്കുമ്പോ ഉള്ളിലായിട്ടൊക്കെ ഇരുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് രണ്ടുപേര് പുള്ളിക്കൊരു നോളജ് ഉണ്ടെന്ന് ഞങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കാൻ കാരണം നമ്മൊരു ഡിസ്കഷൻ, ഒരു സ്പീച്ച്, ഒരു എന്താ പറയുക, ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ പുള്ളി പറയുന്ന പോയിന്റ്സിലും ആക്ച്വലി കറക്റ്റ് ആണ്. ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. പുള്ളിനെ മൊത്തത്തിലൊരു ആൾക്കാർ പറഞ്ഞ പോലെ ഒരു ഇറിറ്റേഷൻ പുള്ളിയുടെ ഗെയിമിലുണ്ട്. അതാണ് ഇറിറ്റേഷൻ, അതാണ് ഗെയിം. അതെ അതാണ് ഗെയിം. അപ്പൊ പറയുന്ന കാര്യങ്ങള് ഒരു
എന്താ പറയാ ക്ലിയർ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഈസ് ദാറ്റ് സ്റ്റുപ്പിഡ്. ഈസ് വെരി ഇല്ല He's clever. ആള് ഇരുന്ന് പഠിച്ച് കാര്യത്തില് അങ്ങനെ കയറിയേക്കണതാ. ഒരു ജീനിയസിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. പുള്ളി അതൊരു ജീനിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ടാസ്ക് കിട്ടിയ എന്താണ് ബിഗ് ബോസ് പറയുന്നതിന്റെ മൾട്ടിപ്പിൾ ചിന്തിച്ചിട്ടാണ് ഓരോ വാക്കിലും എടുത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് കളിക്കേണ്ടത്. അതെ അതുപോലെ പുള്ളി എപ്പോഴും ഓണിലിനെ സപ്പോർട്ട് ചെയ്യണ ഞങ്ങളുടെ ഓണിൽ എന്നൊക്കെ പറഞ്ഞ ആരും ചെയ്യില്ല അവിടെ. ഒണിയില് ഇപ്പൊ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് എല്ലാരും കേട്ടിരിക്കണമെന്നില്ല. കാരണം അത് പുള്ളി സംസാരിക്കുമ്പോ പുള്ളി ഒരു 2 മിനിറ്റ് തീർക്കൂല. പുള്ളി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അത് മൊത്തം അനീഷിനെ കേട്ടു. ആ ഒരു അനീഷിന്റെ പെർസ്പെക്റ്റീവ് അനീഷ് പറയും. അത് പുള്ളിയും സംസാരിക്കും. ലിസണിങ് കോംബോ വരുന്നുണ്ട്. അത് ഉച്ചക്കാണ് ഫുഡ് അടിക്കുമ്പോ ഞങ്ങൾ കേൾക്കും. അനീഷിന് ബുദ്ധിയുണ്ടെന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലായി. കാരണം ഒന്നിനും നല്ല നോളജ്. അപ്പം ഇവൻ അനീഷിന് എന്റർടൈനർ ആണ്. മമ്മിക്ക് ആരാണ് ഇഷ്ടം? എനിക്ക് അനീഷിനാണ് ഇഷ്ടം. അനീഷിനാണ്. വേറെ ആരും ഇഷ്ടമല്ല? എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ഇഷ്ടം ലക്ഷ്മി അല്ലേ? ഒട്ടും എനിക്ക് എന്റെ മോനാ വിഷമിപ്പിച്ചതും അത് എന്റെ ഒരു വിഷമത്തിന്റെ ഭാഗമാണ്. അത് ഗെയിമാണെങ്കിലും പക്ഷെ ചീപ്പ് ഗെയിം ആയിപ്പോലെ ഞാൻ നല്ല പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ നോ ഗ്ലോറിഫൈ ചെയ്യണം എന്ന് ഞാൻ പറയാലോ. അതെ, കണ്ടിട്ടില്ല ഒന്ന്, പക്ഷെ കണ്ട പോലെയാണ് സംസാരിക്കുന്നത്. മസ്താനിയെ വരെ റോങ് ആയിട്ട് സംസാരിച്ചു. ഞാൻ ഒരിക്കലും അത് നല്ല ഗെയിമാന്ന് പറയുന്നില്ല. നമ്മളെ അത് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം ചീപ്പ് ഗെയിം ഒരു മകന്റെ അവന്റെ ശരിക്കും എങ്ങനെയാണ് എന്തൊരു മെച്ചൂരിറ്റിയാണ് അവനുണ്ടായത്. ഒത്തിരി മെച്ചൂരിറ്റിയാണ് അവനുണ്ടായത്. അവൻ ഭയങ്കര മെച്ചൂർഡ് പേഴ്സണാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ തിരുത്തുന്നവനാണത്. അപ്പൊ ആ ഗെയിമിൽ ഞാൻ യോജിപ്പില്ല. ഇല്ല, ആ ഗെയിമിൽ കേരളം ഒട്ടാകെ ആർക്കും യോജിപ്പില്ല. അത് അതിൻ്റെ അകത്ത് എനിക്ക് യോജിപ്പ് കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഈക്വലി ടഫാണ്. എല്ലാവർക്കും ആ ഒരു ടഫ് ഗെയിമാണ്. അവരെല്ലാരും ശരിയായിട്ടുള്ള ഗെയിം പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ചിലര് സ്വീകരിക്കുന്ന മാർഗം വേറൊരു രീതിയിലാണ്. അതിൽപ്പെട്ടാണ് ഇവര് സ്വീകരിച്ചത്. പക്ഷെ അതിനോട് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒനിലിനെ കൊണ്ട് സാധിച്ചു. അത് ഒന്നിലായതുകൊണ്ട് ആ മെച്ചൂരിറ്റി അത് ഒന്നിലവിടെ പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ അത്രയും മെന്റൽ സ്ട്രെങ്ത് ഇതില്ലാത്ത ഒരാളാണെങ്കിൽ ഒരുപാട് പുരുഷന്മാർക്കുണ്ട്. ഞാൻ അതും എന്റെ വീഡിയോയിലും പറഞ്ഞത് ഒരുപാട് ഒന്നില് പുറത്തുണ്ട്. സൊസൈറ്റിയെ ഫേസ് ചെയ്യാൻ പറ്റാതെ, പാരന്റ്സിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ, എന്നിട്ട് അത് അവിടെ ഒന്നില നന്നായിട്ട് ബീറ്റ് ചെയ്തു അല്ലേ? അതെ, ഈവൻ കരഞ്ഞത് പോലും ബിഗ് ബോസിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ. അതാണ് അവന്റെ ഒരു കൾച്ചർ. അതാണ് അവനെ നമ്മളെ ബ്രോട്ടപ്പ് ചെയ്തേക്കണ അങ്ങനെയാണ്. രണ്ടുപേരും ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കി തന്നിട്ടില്ല ഇതുവരെ ലൈഫിൽ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഇത് തമ്പ് കൊടുക്കണേ. അതാണ് ഞങ്ങളുടെ പ്ലസ് പോയിന്റ്. അതാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങളുടെ ചെറിയ ഫാമിലി അങ്ങനെയാണ്. ഞങ്ങൾ ഇതുവരെ ഒരു ചീത്തപ്പേരും പാരന്റ്സിനെ അറിയിച്ചിട്ടില്ല. അല്ല, ഇതുവരെ ഞാൻ പറഞ്ഞ ഇതുവരെ നമുക്ക് നാളത്തെ കാര്യം ഞാൻ ഒരിക്കലും പറയാറില്ല. അല്ല, നമ്മൾ ഓക്കെ വിത്ത് ആ ഒരു സിറ്റുവേഷൻ മസ്താനിയുടെയും ഞാൻ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അറിയാൻ പറ്റില്ല. കാരണം എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തുകൊണ്ട് അപ്പൊ തന്നെ ചോദിക്കും, എടാ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്താന്ന് ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ അതെ അതെ അതെ, അത് ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ഭയങ്കര ഡിസ്കംഫർട്ട് വരുത്താം. അതെ അതെ അതെ, അവർക്കത് പറയാൻ സമയം വേണ്ടി വരും. നമ്മളത് നോക്കണം. പക്ഷെ പുള്ളിക്കാരി അത് ഡയറക്ട്ലി അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അത് എസ്പെഷ്യലി ലക്ഷ്മിയോട് പറഞ്ഞപ്പോ ഈ ഗെയിമിൽ ഇത് കഴിഞ്ഞിട്ട് ഓണിയിലായിട്ട് കുറെ ചിരിച്ച് 3 hours സംസാരിച്ചിട്ടുണ്ട്. 2 to 3 hours പുള്ളിക്കാരി ഓണിയിലായിട്ട് മാത്രം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞില്ല. കഴിഞ്ഞിട്ട് ലക്ഷ്മിയും പ്രവീണിനോട് ഇത് പോയിട്ടൊക്കെ എനിക്ക് പറയാം. അതെ, ഓക്കെ, എന്നിട്ട് പ്രവീൺ പറയണ പോലെ ചെയ്യണം, ലക്ഷ്മി പറഞ്ഞ പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യണത്. അതെ, അങ്ങനെ വരുമ്പോഴാണ് അതൊരു കണ്ടന്റ് മേക്കിംഗ് വൈബ്. ഓഫ് കോഴ്സ് അതാണല്ലോ. പിന്നെ അത് മാത്രല്ല, അവിടെ ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് ചോദിക്കേണ്ട മാതിരി ചോദിക്കായിരുന്നു. ഇത് ലൈക്ക് ലൈക്ക് മൈക്ക് എടുത്തിട്ട് റൂഡായിട്ടായിരുന്നു. അതെ അതെ അതെ, കാണിച്ചത് ക്രൈമാണ്. നമ്മളെ മോനല്ല എന്റെ വിക്ടിം. അതാണ് പറയാനുള്ളത്. വിക്ടിം ഇസ് ഓൺലി
അത് പക്ഷെ സഹിക്കാൻ പറ്റില്ല അത്. എന്റെ പോയിന്റ് അതാണ്. കാരണം നമുക്ക് കാണുമ്പോ പുള്ളിനെ അവിടെ ഫോൾസ്ലി അക്യൂസ് ചെയ്യുന്ന കാണുമ്പോ സത്യം സത്യം അത് നാട്ടുകാർക്ക് ആ സെക്കൻഡേ മനസ്സിലായി ലക്ഷ്മി കയ്യിന്ന് പോയി. അത് അങ്ങനെ അതെ അതെ ചെയ്യരുത്. കാരണം അത് കാണാത്ത കാര്യം പറയുമ്പോ അവരുടെ തന്നെ നിലവാരം പറഞ്ഞാണ്. അതെ 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 അല്ലേ ഇങ്ങനൊരു ഇത് വന്ന് കയ്യിൽ പെട്ടപ്പോ ലക്ഷ്മി ഒരു പക്ഷെ കരുതിയിട്ടുണ്ടാവും ഞാൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് കിട്ടിയൊരു ചാൻസ് ആണ്. അതെ പക്ഷെ തന്നെ ചിലപ്പോ ഒരു സപ്പോർട്ടിന് വേണ്ടി ലക്ഷ്മി ചോദിച്ചിട്ടുള്ളത് മസ്താനെ കുറ്റം പറയാൻ പറ്റില്ല. മസ്താനി മേ ബി ഞാൻ അതാണ് പറഞ്ഞത്, നമ്മള് ചിലപ്പോ നമ്മള് എടാ ഇങ്ങനെ ഫ്രണ്ടിനോട് പറയില്ലേ ആ രീതിയിലല്ല, പക്ഷെ അത് സാഗ്രേറ്റ് ചെയ്ത് വേറെ തലത്തിലോട്ട് പ്രവീണും ഉണ്ടായതിൻ്റെ അകത്തൊരു ഒരു അതെ. പിന്നെ ലക്ഷ്മി വോയിസ് റേസ് ചെയ്തപ്പോ എനിക്ക് പറഞ്ഞു അത് നമുക്കറിയില്ലല്ലോ. നമ്മൾ കണ്ടു, പ്രവീണിന്റെ കാര്യം വേറെ ഇത് കണ്ട് അവർ തമ്മിൽ സംസാരിക്കണത് ഈ കാര്യത്തെ കുറിച്ച്. അവരെന്തിനും ഉണ്ടാവും, നമുക്ക് അറിഞ്ഞൂടത്. മേ ബി ഇപ്പൊ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഈവൻ ലക്ഷ്മി വോയിസ് റേസ് ചെയ്തപ്പോ പോലും മസ്താനിക്ക് ആ ഒരു ഇല്ല ഇത് എന്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ പോലും മസ്താനിക്ക് പറ്റിയില്ല. ലക്ഷ്മി ശരിക്കും ലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. മസ്താനിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം, ഉണ്ണിലിന്റെ കാര്യം അത് ശരിയാണോ അല്ലയോ ആദ്യം നോക്കണമായിരുന്നു. അതെ 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 എന്തിനും അതെ 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 ക്ലാരിറ്റി ഇല്ലാതെ പെട്ടെന്ന് എടുത്തിടയ്ക്ക് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ അതപ്പോ ലക്ഷ്മി കണ്ടന്റിന് വേണ്ടി നോക്കിയതാണ്. അവൾക്ക് മറ്റേ പുറത്ത് പവർ കിട്ടും ഓർത്തിട്ട് പോയത് മാസം ഓർത്തിട്ട് മാസായില്ല. ഇപ്പൊ ചിലപ്പോ ആയിട്ടുണ്ടാവാം, വേറെ ഇഷ്യൂസിലൊക്കെ ആയിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത് എനിക്ക് പെട്ടെന്ന് അത് ഇനിയിപ്പോ ഒന്നില് ചിലപ്പോ മറക്കുമായിരിക്കാം. പക്ഷെ എനിക്കത് എന്തായിരുന്നു വീട്ടിലെ അവസ്ഥ? ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞിട്ട് അവിടെ പരിപാടിക്ക് പോയി അവിടെ ആൾക്കാരെ ഒരു വെഡിങ് എന്റെ ബ്രദറിന്റെ മോന്റെ വെഡിങ് ഉണ്ട്, റിസപ്ഷൻ. ഇവിടെ വന്നു വീട്ടിൽ ടി വി ഒക്കെ എപ്പിസോഡ് വെച്ചപ്പോ നമ്മൾ കാണുന്നത് ലക്ഷ്മിയും ഇവരൊക്കെ എന്തോ പ്രശ്നം ഉണ്ടാക്കും, ഒരു കലാപം ഉണ്ടാക്കും. ആരോട്ട് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടോയ്ലറ്റിൽ കയറി പുറത്തിറങ്ങിയിട്ട് എന്റെ ചേട്ടൻ ഇറങ്ങി വന്നു, മൈക്കിടാന്നും പറഞ്ഞു. ഞാനിത് ടിവിയില് നേരെ ഇവര് ബാക്കിലാണ് ഇത് കണ്ട് മൈക്കിടുന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ട് ഇഷ്യൂ ഈ ഒരു സബ്ജക്ട് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു ഇമോഷൻ ഉണ്ടാക്കി. അവിടെ 300+ ക്യാമറ ഉണ്ട് ആൻഡ് ഹി ഹാവ് ഹിസ് ഓൺ ആറ്റിറ്റ്യൂഡ്. ഇത്രയും പുള്ളി പറയുന്നുണ്ട്. ഞാൻ ഈ 40 ദിവസം ഇവിടെ നിന്നിട്ട് ഒരാളുടെ അടുത്ത് പോലും, നമ്മളും ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല ആ ഒരു ആക്ടിന്റെ ഒപ്പം തന്നെ ആൾ സോറി പറഞ്ഞു. അതൊരു നമുക്കൊരു കാണിക്കുന്ന ഒരു സൈനാണ്. കാരണം പെട്ടെന്ന് വീഴുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു, അപ്പോൾ ലക്ഷ്മി പറഞ്ഞു നിങ്ങൾക്കത് ഓർമ്മയില്ല, അത് മറന്നു അല്ലേ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആള് ഇത് ഒന്നിൽ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി കണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ആളത് എടുത്ത് അങ്ങോട്ട് ഫയർ ആക്കി മൊത്തത്തില്. കാണേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഒന്നിൽ അങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റാമ്പിങ് അവിടെ വന്നു. അതാണ് അവിടെ ഒരു വിഷയം വന്നത്. കാരണം അതിനാണ് അവരെ വലിച്ചവൻ കീറിയത്. അപ്പൊ ആ സമയത്ത് ഒണിലിന് മനസ്സിലായി മസ്താനി പറഞ്ഞതിൽ കാര്യം ഉണ്ടാവാം, മസ്താനിക്ക് അറിഞ്ഞൂടാ. അതെ അവനതുകൊണ്ട് മസ്താനടുത്ത് വന്നിട്ട് ഒരു കമോഷൻ ഉണ്ടാക്കി അതെ അത് ചെയ്യൂന്ന് പറയുമ്പോ അവിടാണ് തെറ്റിരിക്കുന്നത്. അവിടെയാണ് ആ ഒരു പ്രഷർ വരുന്നത് ആൾക്കാർക്ക്. അതെല്ലാവർക്കും താങ്ങാൻ പറ്റണമെന്നില്ല. ബട്ട് മൈ ബ്രദർ ഹാൻഡിൽഡ് ഇറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിം. ആ ഒരു കാര്യം ലൈക്ക് ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ ലക്ഷ്മിനോട് മറ്റേ വയലന്റ് ആവല്ല ചെയ്തത്. അതെ 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 ലക്ഷ്മിനോട് മെച്ചൂർ ആയിട്ട് ഫൈറ്റ് ചെയ്യാണ് ചെയ്തത്. അതെ ഒന്നാമത് നിൽക്കുന്ന അന്തരീക്ഷം ഭയങ്കര ടഫാണ്. അതില് അതെ 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 അത് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മേ ബി റിയാക്ട് ചെയ്താലും ഒന്നില് നമുക്കറിയാം, നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു പ്രഷറും എല്ലാം കാണുന്ന പോലെ ഫുഡും എല്ലാം ഭയങ്കര ഒരു ഇതാണ്. കാരണം ഗെയിം വന്നിട്ട് എങ്ങനെ ഒരാളെ തളർത്തുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നൊരു മനുഷ്യനുണ്ടല്ലോ, അതാണ് അവിടെ ശരിക്കും നമുക്ക് ഹുക്ക് ഇടുന്നത് ആ ഒരു സംഭവത്തുമ്മയാണ്. അപ്പൊ ഇതിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് അപ്പൊ ഞാനും വിചാരിച്ചു ഓക്കെ ആള് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അകത്ത് വന്നിട്ടുള്ള ഒരു ഇത് കണ്ടപ്പോ എന്റെ അമ്മ വരെ പറഞ്ഞു അയ്യോ പാവം, കാരണം എന്ത് കഷ്ടാണല്ലേ എന്നുള്ള ഒരു ലക്ഷ്മി പാരന്റ്സിന്റെ തറവാട്ടി പിറക്കണമെന്നോ ഇവനൊക്കെ തറവാട്ടി പിറക്കണം കുടുംബത്തിൽ. അവിടെ
കുടുംബം അവന്റെ കുടുംബം വളരെ അത് ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹവും പറഞ്ഞത് തന്നെ കുടുംബത്തിൽ പിറക്കണം, വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളുകളിൽ നിന്ന് അവരെയും കുടുംബത്തെ കുടുംബത്തിൽ പിറക്കണമെന്ന്. അപ്പൊ ഇവര് ആരാണ് ഇതൊക്കെ നിശ്ചയിക്കാൻ? അതെ അതെ അല്ല ഇവര് അതൊക്കെ അതിപ്പോഴും അതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, വിട്ടിട്ടില്ല നിങ്ങൾ ആരും. ഒരിക്കലും വിടാൻ പറ്റില്ല. പറ്റില്ല മോളെ. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഇല്ലല്ല. ഇത് നമ്മുടെ മോൻ അതൊരു നമ്മളാരും അങ്ങനെ ആരോടും പറയാറില്ല. ചീറ്റ് ഗെയിം എല്ലാ കുടുംബങ്ങളും ഇതല്ല. അങ്ങനെ ഒരു അതെ 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 അതെ. See, അവര് എന്തൊക്കെ രീതിയുണ്ട് പുള്ളിനെ മെന്റലി ഡൗൺ ആക്കി. അവനായില്ല. വൃത്തികെട്ട ഒരു മീൻ ആറ്റിറ്റ്യൂഡാണ്. ഇതന്നെ ചെയ്തു മതി. അത് വളരെ മോശമാണ്. അപ്പൊ അത് എനിക്കൊരിക്കലും ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു പേഴ്സണാലിറ്റിനെ എനിക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു മോൻ അങ്ങനെ കരയുമ്പോ എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റില്ല. എൻ്റെ മോൻ്റെ കരച്ചില് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സീൻ ഇപ്പോഴും എൻ്റെ മനസ്സിലെ കരച്ചിൽ ഉണ്ട്. അവനിങ്ങനെ കരയുന്ന ഒരു സീൻ എൻ്റെ മനസ്സിലങ്ങനെ ഇരിക്കുക. ആ ഒരു ലൈവ് നമ്മ കാണുമ്പോ അതോടുകൂടി ആൾക്ക് ഡൗൺ ആയി അല്ലേ? ഞാൻ അപ്പൊ എങ്ങനെ കോള് കണക്ട് വന്ന ലാലേട്ടനെ വിളിച്ചു, ഇവിടെ അങ്ങോട്ട് വിളിച്ചു, അവിടെ ഇല്ല നമ്മൾ പറയാം. അല്ല, അവരോട് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് 3 പേർക്ക് അറിയാം ഒന്നില് ഇന്നസെന്റ് ആണ്, ഒന്നിലൊന്നും സംഭവിച്ചിട്ടില്ല. അതല്ല പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ അതിന് തന്നെ ഞാൻ ആൻസർ പറയുന്നു. അല്ല, അത് പ്രേക്ഷകർക്കും കണ്ടപ്പോൾ എല്ലാവരും സൈഡ് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ടായി, എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുന്നവർക്കാണല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരിക. ആ ഒരു പ്രഷർ ഓർത്തിട്ടാണ് ഒന്നില് കരുതുന്നത്. കാരണം അവർ ഒന്നിലിനെ അറിയാം, ഒന്നിൽ ഇന്നസെന്റ് ആണ്. ഒന്നിൽ ഇന്നസെന്റ് ആണെന്ന് ഒന്നിൽ അറിഞ്ഞുകൊണ്ടാണ് ഒന്നിൽ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത് എനിക്ക് ഇത് ഒരു ഇഷ്യൂ ആക്കണം, അതെ അതെ ഇത് ഫയൽ ചെയ്യണം, ഇത് മോഹൻലാൽ വരുമ്പോൾ ഇത് സംസാരിക്കണം. കാരണം ഇത് ഇവര് അക്യൂസ് ചെയ്തപ്പോ ഈ ഫോൾസ് അലിഗേഷൻ വന്നപ്പോ കണ്ട നാട്ടുകാർ തന്നെ പുള്ളി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കാണണം അറ്റ് ദ സെയിം ടൈം. അതെ അതെ. സോ അത് ഒന്നില് മേക്ക് ഷുവർ ചെയ്യും. അത് ഞാൻ പറഞ്ഞ പുള്ളി ഫൈറ്റ് ചെയ്തിരിക്കും. ശരിയല്ല, സ്പെഷ്യലി ഇത്രയും ഒരു ഇത് വരുമ്പോ ഏത് കാര്യമായാലും അങ്ങനെയാണ്. റൈറ്റ് ആണോ ഫൈറ്റ് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. ഇപ്പോഴും പുള്ളിക്ക് തോന്നിയിട്ടില്ല എന്നാണെങ്കിൽ പുള്ളി ഇപ്പോഴും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. സോ ഇഫ് ഈസ് ഓക്കെ വി ആർ ഓക്കെ ബിക്കോസ് ഐ നോ വാട്ട് ഈസ്. പുള്ളി വിടൂല, ഒന്നിനും വിടൂല. ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ പുള്ളി വിട്ടു കൊടുക്കൂല. അതാണ് ഞാൻ പറഞ്ഞ ആതിരൂറുടെ കേസില് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ പുള്ളി ഇനി പുള്ളിയുടെ മുമ്പ് വെച്ച് നടക്കണമെങ്കിൽ പുള്ളി അത് അവിടെ എല്ലാവരും പറയുന്നുണ്ട് ഈ സംഭവം. പിന്നെ കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യം ഗിസേലിന്റെ ഇഷ്യൂല് ആര്യം കരയായിരുന്നു ഇങ്ങനെ ഒരു സാധനം വന്നപ്പോ. 100 ഇപ്പഴത്തേക്ക് ഒന്നിയിൽ എന്താ ചെയ്ത് ആര്യം ഗിസേലിന്റെയും പ്രശ്നം അനു പറഞ്ഞല്ലോ, പുതപ്പിന്റെ അടിയിലെ മറ്റേ ഇഷ്യൂ പറഞ്ഞു. അപ്പൊ ആര്യം വന്നിട്ട് കരയായിരുന്നു ചെയ്ത്. അപ്പൊ അതിനെ നേരെ ഒനിലിനോട് കമ്പയർ ചെയ്തു. ഇത്രയും വലിയൊരു അലിഗേഷൻ വന്നിട്ട് ആ മനുഷ്യൻ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. സോ അതാണ് നമുക്കൊരു പറയില്ലേ, നമ്മൾ എന്താ പറയാ, നട്ടല് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ്നെസ് എന്ന് പറയില്ലേ. കാരണം അവിടെ നിന്ന് കരയല്ല വേണ്ടത് ആ സമയത്ത്, അത് സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. പിന്നെ അകത്ത് അതിപ്പോ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ, നമുക്ക് എത്രയെന്ന് വെച്ചാൽ പിടിച്ചേക്കാൻ പറ്റാ. അതെ അതെ അതെ. തെറ്റ് ചെയ്തിട്ടെങ്കിൽ ചിലപ്പോ കരഞ്ഞു ആരും ചെയ്തിട്ടുണ്ടല്ല ഞാൻ പറയണത്. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആൾ ഒരിക്കലും കരയേണ്ട ആവശ്യമില്ല. അതെ അല്ല ഒരു അതെ ഫിക്സ് ചെയ്യണം. പക്ഷെ ചിലവരെന്താ വിചാരിക്കാന്നറിയോ, ഒന്നും ചെയ്യാതെ ഞാൻ ഇത്രയും കേട്ടില്ലേ, ആ ഒരു എല്ലാവരുടെയും മൈൻഡ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഇത് അവിടെ ഒരു സംഭവം വന്നപ്പോ തന്നെ ലക്ഷ്മി ബാഗ് പാക്ക് ചെയ്യാറായി. അവിടെ കാരണം ഒന്നും ചെയ്യാതെ ഞാൻ കേൾക്കും, പക്ഷെ അത് കേൾക്കുന്നത് വീട്ടുകാരാണ്. അതാണ് ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് എന്റെ കുട്ടികൾക്കോ. പക്ഷെ പുള്ളി അത് അതെ ഞാൻ തന്നെ പറഞ്ഞ അവന്റെ അടുത്ത് പറഞ്ഞേ അതെ അതെ അതെ. പുള്ളി നമുക്കൊരു പഠിപ്പിച്ചിട്ടാണ്, ഒരു ഇൻസ്പിറേഷൻ ആണ് അത് എല്ലാവർക്കും. അതെ അതെ. അല്ല അതുപോലെ നിൽക്കണം. ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പുറത്തും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന മാതിരി നിന്ന് സ്ട്രഗിൾ ചെയ്ത് വരണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആ ആള് തന്നെ വോയിസ് റേസ് ചെയ്യാതെ നമുക്ക് വേണ്ടിട്ട് ആരും വോയിസ് റേസ് ചെയ്യാൻ പോകില്ല. കൂടെ പുള്ളി അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴും പുള്ളിയുടെ കൂടെ നാട്ടാനുണ്ടായി. അതെ, അതും ഒരു വലിയ കാര്യമാണ്. പ്രേക്ഷകരോടൊക്കെ നമ്മൾ വളരെയധികം താങ്ക്സ് പറയണം. പുള്ളിയുടെ കൂടെ നിന്ന് എല്ലാവരും മോശം പറഞ്ഞില്ല, എല്ലാരും പറഞ്ഞു ലക്ഷ്മി ചെയ്തത് വളരെ മോശം. അതെ അതെ അതെ. അത് ഇതുവരെ സീസൺ താങ്ക് യു. ഇവൻ ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടത് അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പാക്ട് ആണ്. ഞങ്ങളുടെ
മൈൻഡിലും ലൈഫിലും എത്തിച്ചത്. നമ്മൾ ഈ പറഞ്ഞ മാതിരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം, പക്ഷെ ചെയ്യാത്തൊരു വ്യക്തി ബിഗ് ബോസ് അല്ല ലൈഫ് എൻഡ്, അതിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ലൈഫ് ലൈഫ്. സോ വായി തോന്നിയത് വിളിച്ചു പറയാ, ഗെയിമിന് വേണ്ടിയിട്ട് എന്ത് വൃത്തിയായിട്ടും കാണിക്കുക. ഐ എം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. കാരണം ഇത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, മേ ബി വൈഫ് ഓർ കുട്ടികൾ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് ആയിട്ട് നമ്മളിങ്ങനെ ടോട്ടലി കമ്മിറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പം ലക്ഷ്മി കാണിച്ചതാണെങ്കിലും ചീപ്പ് ഗെയിം എന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ ലൈക്കിനോ ശരിക്കും ലക്ഷ്മിയോടാണ് ചോദിക്കേണ്ടത് കുടുംബത്തിൽ പറഞ്ഞതാണോ എന്ന്. ലക്ഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾ ലക്ഷ്മിയോടാണ് ചോദിക്കുന്നത്. ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പറയാനുള്ള, വാട്ട്സ് യുവർ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയാണോ വളർത്തി വെച്ചിരിക്കുന്നുള്ള ചോദ്യം ലക്ഷ്മിയിലോട്ടാണ് ഓരോ പ്രേക്ഷകരും പോയിന്റ് ചെയ്യുന്നത്. ഇവൻ ഞാൻ പോയിന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താണ് താൻ, എന്താണ് യുവർ ആറ്റിറ്റ്യൂഡ്, എന്താണ് യുവർ ക്യാരക്ടർ. കാരണം ഓപ്പോസിറ്റ് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ഒനീലിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പോയി. അപ്പൊ അതറിയാമെങ്കിൽ പിന്നെ അയാൾ ഇങ്ങനെ പറയോ? പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പോയിട്ടാണോ പോയി മനസ്സിലാവും പുള്ളിക്കാരി. അല്ല അവരൊക്കെ നന്നായിട്ട് പറഞ്ഞല്ലേ നിങ്ങളുടെ ട്രോമ തീർക്കേണ്ട സ്ഥലമില്ല ഇതൊന്നും പറഞ്ഞല്ലേ. അത് ലാലേട്ടൻ പറയുമ്പോഴും അതുപോലെ ഈ ഇൻസിഡന്റ് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയാം സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. അതെ 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 ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെ അത് വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ ആള് ഡ്രസ്സ് മാത്രല്ല എന്താ പറയണ്ടേന്നുള്ള ഡയലോഗും പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ലക്ഷ്മി. സോ അതിൽ നിന്ന് മാറി സംസാരിച്ചേക്കണത് ഒനിയിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒനിയിൽ ഓപ്പൺ ആയിട്ട് സത്യം. അപ്പൊ ലക്ഷ്മി തന്നെ പുള്ളിക്കാരൻ ലോയറാണ്. പുള്ളിക്കാരൻ ഫോൾസ് അലിഗേഷൻസ് ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞു, അവനൊരു അഡ്വക്കേറ്റാ. അപ്പൊ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം എല്ലാ പോയിന്റ്സും ടാസ്കിൽ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഓടി എത്തുന്നുണ്ടാവില്ല, whatever. പക്ഷെ സംസാരിച്ച് വീഴ്ത്താൻ പറ്റില്ല. അത് എല്ലാ വർഷവും പോയിന്റ് ഇട്ടിട്ടായിരിക്കും സംസാരിക്കുക. പക്ഷെ ഒനീലിന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇഫ് ഹീസ് റോങ് ഹീസ് റെഡി ടു സേ സോറി. അതെ, എന്റെ തെറ്റാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. പുള്ളി അങ്ങനെയായിരുന്നു. ടാസ്കില് പുള്ളിയുടെ ഒരു ഫൈറ്റ് ഉണ്ടായാലും പുള്ളി പോയിട്ട് സോറി പറയും. പുള്ളി പറയും എന്റെ അത്രയും പോകണ്ടായിരുന്നു, സോറി. അപ്പൊ ആരെയും അതേ ഇല്ലാന്ന് അങ്ങനെ അവർ രണ്ടും അങ്ങനെയാണ്. അപ്പൊ ലൈക്ക് പുള്ളി ഒരിക്കലും ഫൈറ്റിനോ ഗ്രഡ്ജിനോ വെക്കൂല. അത് ബിഗ് ബോസില് കോണ്ടന്റിന് വേണ്ടി ഗ്രഡ്ജ് വെക്കണമെന്ന് തന്നെ ആയിരിക്കും തോന്നുന്നു. പക്ഷെ പുള്ളി വെക്കാറില്ലത്. ബിഗ് ബോസിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ലക്ഷ്മി മുനിയിലും ആയിരിക്കും ഒരു ഗെയിം ടാസ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് വരുന്നുണ്ടാവുക. ഇപ്പൊ റിയാസ് വന്നു പോയപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം മേ ബി ഒനിയിൽ ഇത് വിട്ടിട്ടുണ്ടാവാം. അതിനുശേഷം ഒരു ടാസ്ക് കാരണം അവിടെ ഇത് വെച്ചോണ്ടിരിക്കാൻ സമയമില്ല. ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് എൻ്റെ ഒരു മോൻ വളർന്നു വരുന്നുണ്ട്, അവനിത് കണ്ട് വളരരുത് മറ്റവരുടെ കാര്യത്തില്. അതായത് ഓഫ് കോഴ്സ് ലക്ഷ്മിയുടെ മോന് ആദിലയുടെ നോറയുടെ കാര്യത്തിൽ ഈ എപ്പിസോഡ്സ് മുഴുവൻ ആ മോൻ വളർന്നു വരുമ്പോ ഈ അമ്മനെ കുറിച്ച് എന്തായിരിക്കും? ഇതുപോലത്തെ ഒരു അമ്മ ഒരാളെ ഇല്ലാത്ത വചനം പറഞ്ഞു. പാരന്റിങ് ഈസ് എവറിത്തിങ്. വൈ ഒനിൽ ഈസ് സ്ട്രോങ് ഓവർ ദ ബിക്കോസ് ഓഫ് ഹെർ ഐ തിങ്ക്. ഇല്ലേ, നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി ലൈക്ക് ഞാൻ പുറത്ത് വന്നിട്ട് എന്താണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പാരന്റിങ്ങിന്റെ പവർ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം കൂടുതലും മമ്മി റിയാസ് വന്നപ്പോഴും പറയുന്നത് മമ്മി ഫാനായിരുന്നു എന്നുള്ളത് ശോഭയും പറഞ്ഞു. അതെ അതെ സത്യമാണ്. ഒന്നില് അവിടെ വന്നേക്കണത് മമ്മിയായിരുന്നു. മമ്മിയുടെ ഐസാണ് കാണുന്നത്. മമ്മിക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സാണ്. കിമാറായാലും റിയാസ് സലീമായാലും ശോഭ വിശ്വനാഥായാലും ഇതൊക്കെ മമ്മിയുടെ ഫേവറേറ്റ് പ്ലേയേഴ്സാണ്. അതെ 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 ഫുൾ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഞാനെന്നും പറയാം എന്റെ മോനെ ഒരു ദിവസം നീലത്ത് വരും, ഒരു ദിവസം നീലത്ത് വരും. യൂണിവേഴ്സൽ ട്രൂ കോൾ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്താൽ അല്ലേ. ഇനിയിപ്പോ ഫാമിലി ഇതൊക്കെ വരുമ്പോ വിളിച്ചില്ലേ നമ്മുടെ അവിടെ നിന്ന് വിളിയോ. ഞാൻ വളരെ ഡെസ്പായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു, ഫുഡ് കഴിക്കൂലായിരുന്നു. അത് ഞാൻ പറയും പറഞ്ഞോട്ടെ. മകനായിട്ട് എങ്കിലും സംസാരിച്ചാൽ മതി. മകന്റെ വോയിസ് കേൾക്കണം. എനിക്ക് എങ്ങനെ കാണിക്കണം ബാക്കി അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം എനിക്ക് എന്റെ മോന്റെ വോയിസ് കേൾക്കണം. എനിക്കിങ്ങനെ ഭയങ്കര സ്പൈ. ഇനി പനി വന്ന് യെസ് എനിക്ക് എനിക്ക് പെട്ടെന്ന് വിഷമം പുള്ളിക്കും വന്നു. അങ്ങനെ എനിക്ക് പനിയൊന്നും വന്നില്ല, പക്ഷെ ബട്ട് ഐ വാസ് കോൺഫിഡന്റ്. ഞാൻ ഇത് എന്നിട്ട് നമ്മള് കോൺഫിഡന്റ് ഇല്ലാണ്ടാണ്. ഒരു അമ്മയുടെ എത്ര മക്കൾ കോൺഫിഡന്റ് ആണെങ്കിലും മക്കള് കരയുന്ന ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളും കരയും. എനിക്ക് വല്ലാണ്ടായി.
അതുകൊണ്ടൊന്നുമില്ലേ ഈ 42 ഇയേഴ്സിനുള്ളിൽ ഇന്നോളം അവന്റെ കൂടെ എത്രയോ പേരുണ്ട്, എത്രയോ പേരുമായിട്ട് അവൻ ഫ്രണ്ട്ലിയാണ്, എത്രയോ പേര് എവിടെയൊക്കെ അവൻ പോയിരിക്കുന്നു. പക്ഷെ അവരൊക്കെ ഇങ്ങനൊരു safe ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറയുക ചെയ്തിട്ടില്ല. ഇവരുടെ സ്വഭാവം അവര് ലക്ഷ്മി ഓർ മസ്താനി റോങ് ഗായ് എന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ, അത് അവരുടെ ഇഷ്ടകാര്യം. കാരണം പുള്ളി അവിടെ മലയാള സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഒരു സൈഡിൽ പോയിട്ട് സൈഡിൽ വന്നോട്ടെ. എന്ത് പിടിച്ചാൽ അവർക്ക് കിട്ടും. ഈ പോണതിനെങ്ങനെ എറിഞ്ഞ് അങ്ങനെയല്ല അവര് ചെയ്തതെന്ന് വെച്ചാൽ ഇത് എല്ലാം ഈ പോയിന്റ്സ് ഇത് വർഷങ്ങളായിട്ട് പഠിച്ചേക്കുന്ന ആളത്തിന് പോയിട്ട് ചെയ്തു. പുള്ളി അത് പിന്നെ അവന് എന്റെ മോനാണ്, അവന് അങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാരെയും വളർത്തണത് പുള്ളിയാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് ഞാനും പുള്ളി 15 years ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ പുള്ളിയാണ് നമ്മളൊരു വേറൊരു ഫാദറാണ് പുള്ളി. ചേട്ടച്ചനാണ്. ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ പുള്ളി എല്ലാത്തിനും ട്രെയിനിങ് തരും. എല്ലാത്തിനും ട്രെയിനിങ്ങും തരും. ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം മേടിച്ചതും പുള്ളിയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഒരു ഫോഴ്സ് അലഗേഷൻ വന്നാൽ എങ്ങനെ നിൽക്കണം, ഇതൊരു ലെസൺ ആയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബിക്കോസ് വി നെവർ നോ. പുറത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്യാമറ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അപ്പോഴും ഇഫ് യു ആർ കോൺഫിഡന്റ്, ബി കോൺഫിഡന്റ്. Everybody know that you did not do anything. മനസ്സിലായ? ഒരാളും അറിയാണ്ട് പോകരുത്. നീ നിരപരാധിയാണെന്ന് എല്ലാവരും അറിയാം. മനസ്സിലായ? അത് ഇപ്പോ പോലീസുകാർ മാത്രം അല്ലെങ്കിൽ കോടതി മാത്രമല്ല, എല്ലാവരും അറിയണം. മനസ്സിലായ? എന്നാലേ അക്യൂസ് ചെയ്ത ആൾക്കാർക്ക് അതിനുള്ള ഗിൽറ്റ് ഫീൽ കിട്ടുള്ളൂ. എന്നാലേ അവർക്ക് സോറി വരുള്ളൂ. അത് തന്നെയാണ് അവിടെ നടന്നത്. അതെ അതെ അതെ, അത് മാത്രല്ല ഒനിലിനോട് മാത്രല്ല ഇതേപോലെ ഫേസ് ചെയ്യുന്ന പുരുഷന്മാരൊക്കെ എനിക്കതൊരു വിഷ്വലൈസ് ചെയ്ത് തന്ന പുള്ളി എന്നെ പണ്ട് ഞങ്ങൾ പഠിപ്പിച്ചതാണത്. അതിന് എനിക്കാണ് കുറെ ഹാറ്റ്സ് ഓഫ് മെസ്സേജ് കിട്ടിയത്. പുള്ളി ലോ പോയിന്റ്സ് വെച്ച് ഞങ്ങൾ പഠിപ്പിച്ചത്. അല്ല അത് പറയുന്ന പോയിന്റാ. കാരണം എന്ന് വെച്ചാല് പതറിപ്പോവല്ലോ നമ്മള് ഒരു സ്ത്രീക്ക്. ലക്ഷ്മി സോറി പറഞ്ഞ് എഴുതി വീണതാണ്. അതെ അതെ അതെ. അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒനീലിനെ പറ്റി ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒനീല് ലൈക്ക് ഓൾറെഡി പ്ലാൻഡ് അവള് ഇത് വിടില്ല, ഇത് സോറി പറയിപ്പിക്കാതെ വിടില്ല എന്നുള്ള സാധനം. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇത് വിട്ട് കളഞ്ഞാലും he won't leave that. ഞാൻ വിളിച്ചത് കൊണ്ടാണ്. പുള്ളി അവന് പോകൂല. അല്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി വിടയില്ല. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കോൾ വന്നപ്പോഴേ ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. ദൈവമേ, എനിക്കൊരു കോൾ എൻ്റെ മോനോടൊന്ന് സംസാരിക്കാം, അത്രേ ഉള്ളൂ. ലാലേട്ടൻ വിളിക്കുന്നൊക്കെ നമ്മൾ പ്രതീക്ഷയുണ്ട. അത് അമ്മേ സംസാരിച്ചു. അമ്മ സംസാരിച്ചില്ല, ലാലേട്ടനാണ് സംസാരിച്ചത്. അമ്മേ നമസ്കാരം, എന്തൊക്കെയുണ്ട് അമ്മ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഒന്നിലും സംസാരിച്ചിട്ടായിരുന്നു. അപ്പോഴ് ഫസ്റ്റ് ലാലേട്ടനെ വിളിച്ചെന്നെ. അമ്മേ നമസ്കാരം. ഇമോഷനാണ് പുള്ളി അവിടെ. പുള്ളിയും കരഞ്ഞിരിക്കണം. പുള്ളി ആ സമയത്ത് നമസ്കാരം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങോട്ട് ശരിക്കും എക്സൈറ്റഡ് ആയി. പിന്നെ എനിക്ക് എന്താണ്, ഞാൻ ശരിക്കും എന്റെ മോളുടെ അടുത്ത് കരയണ പറയണമെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് പറഞ്ഞു. സ്റ്റാൻഡ് ഓൺ യുവർ വേ, യു കോൺഫിഡന്റ്. അതെ, അത് നമുക്ക് പുറത്ത് കണ്ടോണ്ടിരിക്കുന്നത്. ഈവൻ ഇപ്പൊ ഒനീലിനെ തെറ്റിദ്ധരിച്ച ആളുകൾക്കാണെങ്കിൽ പോലും അമ്മയുടെ വോയിസ് ജസ്റ്റ് ഫയർ പോലെ എന്റെ ഉള്ളിൽ കയറിപ്പോയി. വില്ലിയെ കൂടെ പോയപ്പോ തന്നെ പിന്നെ ഫുൾ അത് കഴിഞ്ഞ് ഞാൻ കരഞ്ഞ്. അത് ഞാൻ ഈ സ്റ്റാൻഡ് ഓൺ യുവർ വേ, ദാറ്റ് സ്റ്റാൻഡ് ഓൺ യുവർ വേ, ദർ ഇസ് എ മീനിങ് ഇൻ ദാറ്റ്. നീ എന്ത് തീരുമാനിക്കണം ആ ഡിസിഷൻ ഞങ്ങളോടൊക്കെ പറയണവനാണ് അവൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചീഞ്ഞ അളുത്ത് പുളുത്ത് എന്ന് തന്നെ ഞാൻ പറയാം. സോ സോറി ഗൈസ്, ലക്ഷ്മി എന്ന് ഞാൻ പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഒന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻ, അത് 8 പൊളിഞ്ഞു. 2, ആരെയാണോ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്തത് അയാളെ വളർത്തിയ അമ്മയാണ് വിളിച്ചു പറയുന്നത്, മോനെ നീ നിന്ന പോലെ തന്നെ നിൽക്കുന്ന പറയുമ്പോൾ അത് കിട്ടുന്ന ഒരു പാരന്റിങ് ലെവൽ ഉണ്ടല്ലോ. കാരണം അവിടെ ഇതേപോലത്തെ ഒരുപാട് ലക്ഷ്മികളും ഉണ്ട് കേട്ടോ. അവിടെ കരയുന്നവരെ ഞാൻ കണ്ടു. അഭിലാഷൊക്കെ കരഞ്ഞു. അപ്പൊ ഒരുപാട് അമ്മമാരുടെയും മനസ്സിൽ കൂടെ ആ ഒരു വോയിസും ആ ഒരു സപ്പോർട്ടും കയറി പോയിട്ടുണ്ട്. ഒനിയിലോട് ചെയ്തത് മാത്രമല്ല, ആദിലിനോട് ചെയ്തതും വളരെ തെറ്റാണ്. രണ്ടും കാണിച്ചിട്ട് കാരണം ഈ രണ്ട് കണ്ടസ്റ്റൻസിനായാലും
അതൊരു ഇൻസൾട്ട് ആവാം. നമുക്കൊരു വിഷമം ഉണ്ടല്ലേ, കാരണം അവിടെ നിൽക്കും തോറും അവരത് ഗെയിം സെൻസ് എടുത്തിരിക്കണം, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ഇൻസൾട്ട് ആണ്. അതെ അതെ അതെ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അക്സെപ്റ്റ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ ഇഷ്ടമാണ്. നോർമലൈസ് ചെയ്യാൻ, നോർമലൈസ് ചെയ്യാതിരിക്കുക, അതും ആളുടെ ഇഷ്ടം തന്നെയാണ്. അങ്ങനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, അവിടെ നിൽക്കണ്ട. മമ്മി ഞാൻ തളരില്ല. ഒനിലിന്റെ ചെവിയിൽ അത് പെട്ടിരുന്നെങ്കിൽ അത് അറിയാതെ പോകുമായിരുന്നില്ല. തീർച്ചയായിട്ടും അവനത് അത് ആർക്കും, ഞങ്ങക്ക് പുറത്തുനിന്ന് കണ്ടപ്പോ ഞങ്ങക്ക് മനസ്സിലായി അത് ആർക്കും ഒരു ഇതിലേക്ക് പോയിട്ടില്ല എന്നുള്ളത്. ആരും കേട്ടിട്ടുള്ള അത് അവരും വിടൂലായിരുന്നു. അവരും ഇപ്പൊ ഇന്നലെ ലക്ഷ്മി പറയണ്ടായിരുന്നു റിയാസ് വന്നപ്പോ അതിലൊക്കെ ശക്തി കൂടി, റിയാസ് വന്നതിന്റെ ഇതാണോ നീ കാണിക്കണമെന്ന്. ഒരിക്കലും ഇല്ല. ഓഫ്കോഴ്സ് ശക്തി കൂടിയിട്ടുണ്ടാവും, പക്ഷെ അതിൽ അന്ന് കേട്ടിരുന്നെങ്കിൽ അത് തെറ്റൊന്നും. ഇന്നലത്തെ റിയാസിന്റെ ഗെയിം പ്ലാൻ എങ്ങനെ തോന്നുന്നു? ലൈക്ക് പുള്ളിക്കാരൻ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ശോഭ വിശ്വനാഥ് ചെയ്തപോലെ ആണ് ചെയ്തതിന് കുറച്ചും കൂടി ബെറ്റർ ആവാറുണ്ട്. കാരണം അതിലാണ് ലക്ഷ്മി വീണു പോണത്. അതെ, ഡയറക്റ്റ് ആയിട്ട് ചെയ്യും. ഇതിപ്പോ ഗെയിം ഉൾട്ടേന്ന് വേണമെങ്കിൽ ഞാൻ പറയും. പുള്ളിക്കാരി കോസ്റ്റ്യൂം മറ്റേ ഡ്രസ് പാക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ ഡയലോഗ്സും പാക്ക് ചെയ്തിട്ട് വന്നേക്കണേ. പുള്ളിക്കാരി ഓൾറെഡി ഇത് വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഒനില് പറയാൻ വേണ്ടി മാത്രം വാക്കുണ്ടായില്ല. ഇല്ല, കാരണം അത് ഡിഫറെന്റ് ആണ്. അതെ വേറെ വാക്കുകളുണ്ട് പുള്ളിക്കാരി കൊടുക്കാൻ. അതെ അതെ അതെ, സത്യം. അതെ, ആ ഈ ഒരു നോർമലൈസിങ് ചോദിക്കാനൊക്കെ ഭേദം ഒരു ഒരാളുടെ ലൈഫ്. ഐ തിങ്ക് പുള്ളി എടുത്ത ഇഷ്യൂ ആണ് ഇപ്പൊ പുള്ളി പുള്ളിയുടെ എടുത്ത ഇഷ്യൂ. പുള്ളി കുറച്ച് ഓവർ റിയാക്ട് ആയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മേ ബി ഒന്നാമത് കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോ ഈ ഹ്യൂമാനിറ്റി ഇല്ല, യു ആർ നോട്ട് എ ഗുഡ് സോൾ എന്നൊക്കെ ഒനിയിലായിട്ടുള്ള വിഷയത്തിനെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ലക്ഷ്മിക്ക് ഇങ്ങനെ സ്റ്റബേൺ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഒനിയിലും ഉണ്ട്. അത് ഓൾറെഡി അവിടെ ലാലേട്ടന്റെ മുമ്പിൽ സംസാരിച്ച ഇഷ്യൂ ആണ്. അതെ അതെ അതെ, അതിന്റെ ഒരു ക്ലിയറൻസ് ഉണ്ട്. അതെ 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 അതെ. അപ്പോ ഇപ്പുറത്ത് ലക്ഷ്മി സ്റ്റബേൺ ആയിട്ട് നിന്നപ്പോ റിയാസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതെ, അതങ്ങനെയാണ്. അതിനകത്ത് ഇപ്പൊ പ്രവീൺ പുറത്തിറങ്ങിയപ്പോ കണ്ടോന്ന് എനിക്കറിയില്ല, അഭിഷേകിന്റെ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത്. ഏത് നമ്മുടെ സീസൺ 6 അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേക് ജയദീപ് അല്ല, വേറൊരു അഭിഷേക് ഉണ്ട്. അപ്പൊ അഭിഷേക് ജയദീപിനെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സംഭവം തന്നെ ഈ അഭിഷേക് വന്നിട്ട് ഫിലിം പ്രൊമോഷന് കയറി വന്നതിന് ശേഷമാണ് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്. അവിടെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി ഉണ്ടോ, നീ ഒരു പയ്യന്റെ ജീവിതം നശിപ്പിച്ച് നോക്കിയതല്ലേന്ന് ചോദിച്ചിരുന്നെങ്കിൽ കിഴിഞ്ഞിട്ട് അവിടെ റിയാസിന് ഇത് കൂടുതലായിരുന്നു. എന്റെ മോന്റെ ഒരു വോയിസ് ഞാൻ കേട്ടേ, ശോഭ ചേച്ചിയുടെ പ്ലാനിങ്ങിൽ അടിപൊളിയായിരുന്നു. അവര് അപ്പൊ എന്തായിരുന്നു മമ്മിയുടെ റെസ്പോൺസ്? ഓ, എനിക്ക് ഭയങ്കര ഹാപ്പി. എനിക്ക് ശോഭയെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. എനിക്ക് ആ സീസണിൽ കണ്ടതല്ലേ നമ്മള് ഇൻഡയറക്ട്ലി കൊടുക്കുക. പിന്നെ ഭയങ്കര സ്മെല്ല്, നാറ്റം എന്നൊക്കെ പറഞ്ഞത്. അതിലൊക്കെ ഇരിക്കണത്, അതിലേക്കാണ് പൊട്ടെന്ന് പറഞ്ഞ സാധനം ഇരിക്കണം. മമ്മിക്ക് അതിനകത്ത് കുറച്ചും കൂടി ഉഷാറായിട്ട് കളിക്കാനായിട്ട് ആരാണ് തോന്നുന്നത്? അത് ഒനിയില് ഒരു വാക്ക് പറഞ്ഞു, മമ്മി ഞാൻ ഒരിക്കലും തളരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, യോ മൈ സൺ, നീ ഒരിക്കലും തളരരുതെന്ന്. അവന്റെ ആ ക്വസ്റ്റ്യനിലാണ് ഞാൻ പറഞ്ഞത്. അത് സംസാരിച്ച കഴിഞ്ഞപ്പോ ആള് ഓക്കെ ആയോ? ഓക്കെ, ഉറപ്പായിട്ടും. അതാണ് ആക്ച്വലി മമ്മി ഓക്കെ ആയോ? ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. എനിക്ക് എന്റെ മനസ്സിലൊരാള് പുറത്തു പോണം, അപ്പോഴെനിക്ക് ഓക്കെ ആവാൻ. ആരാണ് ആള്? ലക്ഷ്മി പുറത്ത് പോണം അങ്ങനെയല്ല, അത് എന്റെ ഗെയിമാണ്. അങ്ങനെയല്ല, അതെ അതെ അതെ, ഗെയിമാണ്. പക്ഷെ എന്നാലും ഇല്ല, നമുക്കിപ്പോ ഒരാളോട് ദേഷ്യമുള്ള ആളെ എപ്പോഴെപ്പോഴും കാണുമ്പോ ജോലിയിലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അല്ല, അത് അങ്ങനെയാണ് മമ്മി അതിന്റെ ഉള്ളിൽ. കാരണം എന്താന്ന് വെച്ചപ്പോ ഇന്നിപ്പോ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്തു. കാരണം നമ്മുടെ പുറത്തെ ലൈഫ് പോലെ ഫോണില്ല, ദേഷ്യം വന്നാൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, ആളുടെ അടുത്ത് നിന്ന് മാറാൻ പറ്റില്ല ഒക്കെ. അതാണ് അവരുടെ ലോകം അതിൻ്റെ ഉള്ളില്. അപ്പോൾ ഒനിയില് അവിടെ നിന്ന് ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ ആ ഒരു ആരോടൊക്കെയാണ് ഒനിയിലിന് ബുദ്ധിമുട്ടുള്ളത് എല്ലാം ഫേസ് ചെയ്തപ്പോൾ. പക്ഷെ അവിടെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ദേഷ്യമുള്ള ആളെ കണ്ടാലും നോക്കി ചിരിക്കാൻ പഠിക്കും. അതും കൂടെ ഒരു ആഡ് ഓൺ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ലൈവില് കാണിക്കുന്നത് എപ്പിസോഡ് വരുന്നില്ല എന്നുള്ളൊരു സംസാരം പൊതുവേ ഉണ്ട്. നല്ലതുപോലെ ഉണ്ട്.
ഉണ്ണിയില് ലൈവില് ഫുൾ ടൈം ഉണ്ടാവും. പക്ഷേ ആളെപ്പോഴും ഉണ്ട്, കണ്ണുംപുറത്ത് ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം എപ്പിസോഡിലോട്ട് വരുന്നില്ല എന്നുള്ളൊരു സംസാരം അത് വരുന്നു. എനിക്ക് സങ്കടമുണ്ട്, ഞാനത് കംപ്ലൈന്റ് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. സത്യം പറയാൻ എന്താ പറയാ, അത് അവര് പരസ്പരം ഫേക്ക് ആണെന്ന് അക്യൂസ് ചെയ്താലും ഫേക്കായി മാറാനാണ് അവിടെ പരിശീലിപ്പിക്കുന്നത്. ശരിയല്ലേ? അതായത് ഫെയർ ഗെയിം, ഫേക്കായി തീരുന്നു. ഫെയർ ഗെയിം എന്ന് പറഞ്ഞാൽ അത് അവിടെ അത്രയും പ്രാക്ടിക്കൽ. ഷോട്ടിക്കില്ല. തട്ടി 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 ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് ഒരു ഇത് വരുന്നുണ്ടാവുക. അപ്പം ടോപ്പ് 5 ആരൊക്കെ വരുന്നതാണ്? ഒനിൽ ഞാൻ പറഞ്ഞു പറയാൻ പറ്റൂലല്ല. എന്നാൽ ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് ടോപ്പ് 5 ആരൊക്കെ വരും? ഇതില് മമ്മി അല്ല, ഞാൻ പറയുന്നില്ല, കാരണം എന്റെ മനസ്സിലാത്ത ഉള്ളത് പറയരുത്. ഞാൻ പറയും. കാരണം ഉണ്ണിയില് എന്തോന്ന് പറയാത്തേ? എല്ലാം പറയാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ എങ്ങനെ പറയും? ഒനിൽ അനീഷിനെ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര. ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രേക്ഷകരുടെ അഭിപ്രായമാണ്, പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഈവൻ ഒനീലിന്റെ വരെ ബിഗ് ബോസ് ജേർണിയുടെ ടൈം ഫിക്സ് ചെയ്യുന്നത്. സോ എനിക്കിത് എങ്ങനെ പറയാൻ പറ്റും? എനിക്കിത് പറയാം, അങ്ങനെ ഹൈഡ് ആവുമ്പോൾ മമ്മിയുടെ അഭിപ്രായം അവിടെ വരുന്നില്ല. അപ്പൊ ഞാൻ പറയാം, ആ, അനീഷ്, നീ ഇങ്ങോട്ട് നോക്കിയിരുന്നേ. ഒനീല്, മമ്മി പറഞ്ഞ എന്നെ നോക്കിയിരിക്കണം. ഓക്കെ, അനീഷ്, ഒനീല്, പിന്നെ അനുമോൾക്ക് ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഇതുണ്ട്, വോട്ട്സ് ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് വരുമായിരിക്കും എനിക്ക് വിശ്വാസം. ഗിസേല് വരും എന്റെ ഒരു വിശ്വാസം. ഒനീല്, അനുമോള്, ഗിസേല്, ആ, പിന്നെ അക്ബർ, അനീഷ് ഓഫ് കോഴ്സ്. അനീഷ് അത് അനീഷ് എന്റെ മനസ്സിലൊരു ഒരു പേഴ്സൺ ആണ്. പിന്നെ ഒരാളും കൂടി. കാരണം ഇപ്പൊ ഞാനത് പറയാവോന്ന് എനിക്കറിയില്ല. കാരണം അക്ബറിനെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്ത് അത് മമ്മി പറയാൻ പേടിക്കണ്ട, കാരണം മമ്മി മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നുണ്ട് അക്ബറിനെയാണ് ഹൈപ്പ് ചെയ്ത് അക്ബർ വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ണിയില് എനിക്കതൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അത് എനിക്ക് പറയാവോന്നറിയില്ല. ഞാനിങ്ങനെ ഇത്രയും പബ്ലിക്കിൽ പറഞ്ഞാൽ അതൊരു ഫീലിംഗ് ആകുമോ? റീച്ച് പോണത്. അതേപോലെ അനുവും അക്ബറായിട്ടൊരു ഫൈറ്റ് ഉണ്ടായത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പം എനിക്ക് എന്റെ പേഴ്സണലി പറയണെങ്കിൽ അക്ബറിനെയാണ് അവിടെ കുറച്ച് എല്ലാ തരത്തിലും ഹൈലൈറ്റ് ചെയ്യണത്. അതിപ്പോ വീക്കെൻഡ് എപ്പിസോഡ് വന്നാലും ലാലേട്ടന്റെ അഭിപ്രായം ആദ്യം ചോദിക്കുന്ന അക്ബറിനോടാണ്. അക്ബറെ എന്താണ് അഭിപ്രായം? അപ്പൊ ഒരു വീട്ടിലെ മൂത്ത കാരണവർ പോലെയാണ് ആളെ ഇപ്പൊ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ആൾക്കാരെങ്ങനെ കാണുന്നത്? അതെ, അത് വേറൊരു വിഷയം. കോമഡി. എനിക്കിപ്പോ അഭിലാഷ് വന്നോന്നുണ്ട്. സംഭവിച്ച അഭിലാഷിന്റെ ഗെയിം പ്ലേ സിമിലർ ടു മൈ ബ്രദർ. ബട്ട് നെവിന്റെ കേസിൽ അബി എടുത്ത സ്റ്റാൻഡ് ഈസ് നോട്ട് ഓക്കെ വിത്ത് മീ. എന്താ അറിയോ, നെവിനും ഷാനവാസിന്റെ ഒരു വിഷയം വന്നല്ലോ, ഒരു മിസ്ബിഹേവ് വന്നു എന്ന് പറഞ്ഞിട്ടൊരു സംസാരം വന്നിട്ട് ഷാനവാസ് ഇത് ഓൾറെഡി പുള്ളിയോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഷാനവാസ് വന്നിട്ട് ഇതെല്ലാവരും മുന്നിൽ സംസാരിച്ചു കഴിയുമ്പോൾ അഭിലാഷ് അതിനെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു. കാരണം നെവിൻ ദേഷ്യപ്പെട്ട് പുറത്തോട്ട് പോയല്ലോ. ഐ മീൻ അതിലെ നോറയൊക്കെ പ്രൊവോക്ക് ചെയ്തിട്ട് ആള് പുറത്തോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു കയറ്റിയതല്ലേ, കോംബോ പോയി. അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എന്താ? പക്ഷെ ഓൾറെഡി പ്രവീണോടും അനീഷിനോടും ഈ പുള്ളിയോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനൊരു മിസ്ബിഹേവ് വന്ന കാര്യം. അപ്പൊ അവിടെ അബി എടുത്ത സ്റ്റാൻഡ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു ഇഷ്യൂ അല്ല, അത് എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുമില്ല. പക്ഷെ ഈ എപ്പിസോഡിൽ കാണിക്കാത്തത് നമുക്ക് എവിടെ കാണാൻ പറ്റുന്ന പറയാം? ലൈവിൽ കാണും. സി പപ്പ ഇത് വന്നിട്ട് ഒന്ന് എഡിറ്റഡ് വീട്ടില് നമ്മള് ലൈവിൽ കണ്ടതിൽ പോലും ചിലതൊന്നും ലൈവിൽ വന്ന് ഡിഫേർഡ് ലൈവാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നില്ല ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നലത്തെ സംഭവമാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ലൈവിൽ നിന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ഈ സാധനം പ്രേക്ഷകരുടെ അടുത്തേക്ക്, അതായത് ഓരോ സ്പീഡുകളിലേക്കും പോകുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു ലോങ് ഫൈറ്റൊക്കെയാണ്, നീട്ടുള്ള ഫൈറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഈ ഫാമിലിക്കൊക്കെ ചിലപ്പോൾ ഈ ഫൈറ്റ് അത്രയും കാണാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്യും. അത് കറക്റ്റാണ് കാണുന്നത്. പോർട്രേറ്റ് ചെയ്യുക, അതായത് ഇപ്പൊ ഇന്ന് പറയാണ് ഇപ്പൊ ഇയാളുടെ ഇന്ന് പോയാൽ മതി അയാളുടെ, അപ്പോൾ അതിനകത്ത് ആ പോർട്രേറ്റ് വരുമ്പോൾ ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ആൾക്കാർ വോട്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ അനുവും അക്ബറും തമ്മിൽ വൻ വഴക്കുണ്ടായി.
അത് അത്യാവശ്യം കുറച്ച് നീണ്ടു വന്നു. അത് പുറത്ത് കാണിച്ചില്ല, ഐ മീൻ എപ്പിസോഡിൽ കാണിച്ചില്ല. അത് ആക്ച്വലി അൺവാർഡുള്ളായിട്ട് ഫൈറ്റ് ചെയ്തതാണ്. അനു നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. ആ സംഭവം എപ്പിസോഡിൽ കാണിച്ചതെങ്കിൽ അനുവിന് നന്നായിട്ട് അവിടെ വോട്ട് കയറി. ഇന്നലെ രാവിലെ മനസ്സിലായോ? അപ്പൊ ഇവരാണ് തീരുമാനിക്കുന്നത്. ഇന്നലെ രാവിലെ ഒണിയിലും അക്ബറും ഉണ്ടായിരുന്നു ഫൈറ്റ്. അതും കാണിച്ചിട്ടില്ല. അതിൽ അക്ബറിന്റെ പെർസ്പെക്റ്റീവ് കാണിച്ചേക്കണം. അത് ലൈവ് ആണെന്ന് എല്ലാവർക്കും അറിയാതെ ആരുടെ പെർസ്പെക്റ്റീവ് ആയിരുന്നു. അതാ പറഞ്ഞ തിരിക്കും. കാരണം ചിലപ്പോ ഒനിയിലായിരിക്കും വന്ന് അടി തുടങ്ങിയിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ കാണുന്ന ചിലപ്പോൾ അക്ബർ തുടങ്ങിയ മാതിരി ആയിരിക്കും. അതപ്പോ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള വാക്ക് തന്നെയാണ് ഇത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഉള്ളതാണ്. അപ്പൊ അതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അല്ല, അവരെ അറിഞ്ഞോണ്ട് ചെയ്യണതാ, അവരെ വിളിച്ച് പറയാൻ പറ്റില്ല. അതെ, ഇത് നമ്മൾ വിളിച്ചു പറഞ്ഞ പറയും അതെ എനിക്കറിയാം, എന്തിനിപ്പോ എന്നോട് പറയണെന്നായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ കാണുന്ന ലൈവ് അല്ല ഏഷ്യാനെറ്റിൽ. പിന്നെ ആൾക്കാർ പറഞ്ഞപ്പോ എന്റെ മോൻ അവിടെ അടുത്ത് പോലും ഉണ്ടാവില്ല ചിലപ്പോ. മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് എന്ന് വെച്ചാൽ എല്ലാരും കാണുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യുന്നത്. അതങ്ങനെയാണ്. നല്ല കാര്യം മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഗിസേലിലെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴേ അക്ബർ വോക്കൗട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഉള്ളില് മറ്റേ ആ ചെക്കൻ്റെ പേരെന്താണ്, ക്യാപ്റ്റനായ പയ്യന്റെ പേര്, ഇപ്പൊ ക്യാപ്റ്റനായ പയ്യന്റെ പേര് ജിഷൻ ഇതിന്റെ കൂട്ടത്തിക്കുമ്പോഴത്തേക്ക് അവനടുത്ത് ഷൗട്ട് ചെയ്ത് ജിഷന്റെ അടുത്ത്. എന്നിട്ട് ഉണ്ണിന്റെ അതിനെ കുറിച്ച് സംസാരിച്ചവിടെ അക്ബർ ഭയങ്കരമായിട്ട് മ്യൂട്ട് ചെയ്തിരുന്നു ഉണ്ണിന്റെ വായ. ഞങ്ങള് ലൈവ് കണ്ടിരിക്കണേ. അത്ര നന്നായിട്ട് അപ്പൊക്കെ എങ്ങനെയാ നിങ്ങളുടെ റിയാക്ഷൻ? മീൻസ് എന്റെ ടൺ കണക്കിന് പുച്ഛം. അതെ, അതാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മക്കളിതൊക്കെ കളിപ്പിച്ചിട്ട് അക്ബറിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മമ്മിക്ക് അറിയായിരുന്നോ ലൈക്ക് പൊന്നിലിനെ ഗെയിമിലേക്ക് കയറ്റി വിട്ടിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആവോ എന്നുള്ള ഒരു ലൈക്ക് കഴിഞ്ഞ സീസൺ വരെ കണ്ടതാണല്ലോ. അങ്ങനെയൊന്നും അല്ല, കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ഒരു വ്യത്യാസം മമ്മിക്ക് എന്താ? കഴിഞ്ഞ സീസണിൽ നമുക്ക് നിങ്ങളൊക്കെ കളിക്കുമ്പോ നമുക്കറിയില്ല ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്നൊക്കെ, മ്യൂട്ട് ചെയ്യണതൊക്കെ ഒന്നും നമുക്കറിയില്ലല്ലോ. കണ്ടിരുന്നില്ലേ? അല്ല, എന്നാലും നിങ്ങൾ എത്ര നല്ല പ്ലേയേഴ്സ് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലാവണം. ഓക്കെ, നൗ ഐ അണ്ടർസ്റ്റുഡ്. അതാണ് നമ്മുടെ പ്രൊമോയില് പറഞ്ഞത്. വാഴകളെ അകത്തിരുത്തിയിട്ട് നന്നായിട്ട് കളിക്കുന്നവരെ പുറത്തോട്ട് വിടരുത് എന്നുള്ളൊരു സംസാരം ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ വരുന്ന ഇപ്പൊ വൈൽഡ് കാർഡായിട്ട് കയറിയവരെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ലക്ഷ്മിയെ മാറ്റി നിർത്തണോ? ലക്ഷ്മി വേണ്ട. ലക്ഷ്മി ലാലേട്ടൻ പറഞ്ഞു വൈൽഡ് കാറ്റ്സും അതിൽ അപ്പൊ കറക്റ്റായി. ഈ സീസൺ ലാലേട്ടനാണല്ലോ പുലി. ലാലേട്ടൻ അടിച്ച് പൊളി. പുള്ളി പറയണതാണ് എല്ലാം ശരി. അതിനകത്ത് ഇപ്പൊ ഗെയിം കളിക്കുന്ന ലാലേട്ടനാണ് പറയാം. സത്യം, ലാലേട്ടന്റെ ദിവസം ലാലേട്ടനെ കാണാൻ വേണ്ടി ഞാൻ കാണാം. അതെ അതെ, ലാലേട്ടനെ കാണാൻ കാത്തിരിക്കുന്നത്. കാരണം ഡാഡക്ക് മറ്റുള്ള അവരുടെ മകൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയണെങ്കിൽ നോക്കട്ടെ കാണിച്ചെന്നൊക്കെ പറയും. അങ്ങനെ ലാലേട്ടന്റെ എപ്പിസോഡാണ് ഇരുന്ന് കാണുന്നത്. അപ്പൊ കഴിഞ്ഞ എല്ലാ സീസണും മമ്മി കാണാലോ. അപ്പൊ കഴിഞ്ഞ സീസൺസ് ഒക്കെ വെച്ചിട്ട് ഇത്തവണത്തെ ലാലേട്ടനുള്ള എന്താണ് ഒരു അടിപൊളി. അല്ലെങ്കിൽ എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടം. അതിപ്പോ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ സീസണിലൊന്നും ഇത്രയും ചൂടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയും. കഴിഞ്ഞ സീസണിലേക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു അവിടെ. കഴിഞ്ഞ സീസണിന്റേതായ പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരു അറയൊക്കെ വെച്ച് മറ്റേ മണിയറയൊക്കെ വെച്ച് പവർ റൂമൊക്കെ വെച്ചിട്ട് പവർ റൂമൊക്കെ വെച്ചിട്ട്. കാരണം കമ്പാരിറ്റീവ്ലി ഈ ഒരു സീസണിലാണ് ആള് കുറച്ചൊന്ന് റേസ് ചെയ്തിട്ട് ഇപ്പം നാണില്ലേ എന്നുള്ള ചോദ്യമൊക്കെ വന്നു തുടങ്ങിയത് ഈ ഒരു സീസണിൽ തന്നെയാണ്. മനസ്സിലായോ? ആ ഒരു ചേഞ്ച് വന്നത്. ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സീസൺ തന്നെ ഏത് സീസണിൽ ലാലേട്ടൻ തന്നെ വരണം. ലാലേട്ടൻ ഫാനാണ്, ബിഗ് ബോസ് ഫാനാണ്. പിന്നെ അപ്പം വൈൽഡ് കാർഡ് വൈൽഡ് കാറ്റ്സ് അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു സെപ്പറേറ്റ് ഒരു സിഗ്നേച്ചർ ഒന്നും അവിടെ കൊടുത്തു. അതിൻ്റെ അകത്ത് ജിഷനായിട്ട് ഒന്നിൽ ഇടി വീണ്. ജിഷനായിട്ട് നല്ല തല്ലുകൊടുത്തുള്ള സ്നേഹമാണ്. അല്ല, അവിടെ ഈ അടി സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചായയും പരിപ്പുടയും പോലെ ഇത് രണ്ടും ഇല്ലാതെ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു ടാസ്ക് പറയാം. അതിൻ്റെ ഉള്ളിൽ 3 നേരം ഒരേ ഇത് പറയണം. ഓക്കെ? ഇപ്പം അതിനകത്തുള്ള ആൾക്കാരെല്ലാവരെയും അറിയാലോ, ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ അറിയാലോ. അപ്പം ഇയാള് ഗെയിം കളിക്കുന്നത് പോരാ, ഇത്ര ദിവസമായില്ലേ, പോരാ, കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടണം എന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയോ? ബിന്നി. ബിന്നി.
ഓക്കെ. കാരണം ഇല്ല വൈൽഡ് കാറ്റ്സിന്റെ അല്ലല്ല അങ്ങനെയല്ല. വൈൽഡ് കാറ്റ്സ് ഇപ്പൊ കഴിഞ്ഞല്ല. വൈൽഡ് കാറ്റ്സിന്റെ ഞാൻ അത് മാറി. ഞാൻ കരുതിയ ബാക്കിയുള്ള ഇവരിലുള്ളവരുടെ മൊത്തം അതിന്റെ ഉള്ളിൽ എല്ലാവരെയും നമുക്ക് ക്ലബ് ചെയ്ത് പറയാം. മിന്നി ഭയങ്കര കുത്തിത്തിരിപ്പാണ്. ബിന്നി കുത്തിത്തിരിപ്പില്ല. ഞാൻ പറഞ്ഞേ ബിന്നിക്കൊരു ഇൻഡിവിജ്വാലിറ്റി കണ്ടിട്ടുള്ള ബാക്കി എല്ലാവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ? കുറച്ചു പേരൊക്കെ ഉണ്ട് അവിടെ. ആരൊക്കെയാ? എനിക്കത് ഞാൻ ബിന്നിയുടെ ആരും പറഞ്ഞ ബിന്നിയുടെ ആരും പറയട്ടെ. ഓക്കെ, പിന്നീട് കാര്യം പറ. അത് കഴിഞ്ഞിട്ട് വേറെ ആരൊക്കെയാന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞേക്കണം. അത് ഞാൻ പറയാം. ഇപ്പൊ ബിന്നിയുടെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ബിന്നി ഒരു ഷാഡോ പോലെയാണ്. എപ്പോഴും ബാക്കിൽ നിന്നാണ് കുത്തുന്നത്, ഫ്രണ്ടിലേക്ക് വരുന്നില്ല. ഫ്രണ്ടിൽ നിന്ന് കുത്തുന്നതായിരിക്കും ലൈക്ക് ഒരു കളിയാകുമ്പോ എല്ലായിടത്തും ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കളിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. ആസ് എ വ്യൂവർ ഇഷ്ടപ്പെടും. പിന്നെ ഞാനൊരു കാര്യം പറയാം, അത് കഴിയട്ടെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ അക്ബറിനെ ഇവര് പറഞ്ഞു, പക്ഷെ അക്ബറിന് ഉണ്ട്. അക്ബർ ഒറ്റക്കൽ പോയിട്ട് കുറച്ച് ഇടി ഉണ്ടാക്കാറുണ്ട്. അക്ബർ മാറി നിന്നിട്ട് കുറെ കുത്തും. പക്ഷെ അക്ബർ മുമ്പിൽ നിന്ന് വീണാക്കുന്ന അനുമോളം അതിന് മുമ്പ് എന്തെങ്കിലും കാണിക്കാറുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഷാനവാസ് അനീഷയിലും ഷാനവാസ് ഇപ്പൊ കുറച്ച് കൊള്ളാം. ഷാനവാസ് പെട്ടെന്ന് ഡൗൺ ആയി പോയി എന്തോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അവര് ആ ഒരു ഒറ്റക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പിന്നിക്കതില്ല. പിന്നിക്ക് ആരെങ്കിലും ഒരാൾ വേണം. ഷാഡോ പോലെയാണ്. അയാളുടെ അടുത്ത് ഒരാൾ കുറ്റം പറഞ്ഞ ആ കുറ്റം വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അതന്നെയാണ് അവർ കുത്തിരിപ്പ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇയാള് കുറച്ചും കൂടി ഗെയിം ഓക്കെ ആക്കണം. അപ്പൊ നീ പറഞ്ഞ ബിന്നി മമ്മിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അവിടെ ഇങ്ങനെ നോമിനേറ്റ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ജഡ്ജ് ചെയ്യുമ്പോഴൊക്കെ അവരുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് അവര് പ്രൈസ് കൊടുക്കുള്ളൂ. ഓക്കെ. അനീഷ അതല്ല, സമ്മതിക്കില്ല. അനീഷ പറയില്ല അവർക്ക് കിട്ടണം. അനീഷിനെ അറിയാം വെച്ചാല് അപ്പൊ ഇപ്പൊ ഗെയിം സ്ലോ ആയിട്ട് കുറച്ചും കൂടി കേറി വരണം എന്ന് മമ്മിക്ക് തോന്നുന്ന കണ്ടസ്റ്റന്റ് ഇനിയിപ്പൊ അടിപൊളി ആക്കണമല്ലോ. അപ്പൊ അതിൽ ആരായിരിക്കും ആ ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയാമോ? എല്ലാരും ഞാൻ പറയും. കാരണം ഫോണിൽ വരണം. അക്ബറൊക്കെ കളിക്കും. അക്ബർ പിന്നെ അനുമോളും കളിക്കുമായിരിക്കും എന്റെ വിശ്വാസം. ഗിസൈല് കളിക്കും. ആര്യന് എനിക്ക് തോന്നുന്നില്ല. ആര്യൻ എന്തോ ഒരു ഭയങ്കര പ്ലേ, പക്ഷെ ആര്യ കളിക്കണ്ട്. ആര്യൻ എന്തോ ഒരു വിഷമമാണ് ആര്യന്. ആര്യൻ ഈ അനീഷ് പോലത്തെ കുറച്ച് വേറെയാണ്. ഇവരെല്ലാരും ഒരു ഗ്രൂപ്പാണ്. നമ്മളെന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു ഇതല്ല, എനിക്കത് പറയാൻ താല്പര്യമില്ല. ഞാൻ പേഴ്സണലി കണ്ടതാണ്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്നിനും ഒരു ഇതുകൂടി കൊടുത്തു കഴിഞ്ഞാല് ഒന്നിന് ക്യാപ്റ്റൻസിലേക്ക് ഡയറക്റ്റ്. മമ്മി ബിഗ് ബോസ് കാണുമ്പോ പെർസ്പെക്റ്റീവിൽ ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഒണിയിലാണ്. ഓഫ് കോഴ്സ്, അതിപ്പോ അങ്ങനെയല്ലേ പറയുള്ളൂ. ഒന്നിന് ആ ഒരെണ്ണോട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ക്യാപ്റ്റൻസിൽ ഡയറക്റ്റ്ലി നോമിനേറ്റ് ചെയ്യും. അപ്പൊ നമുക്കത് കൊടുക്കണ്ട, നമുക്കത് അക്ബറിന് കൊടുക്കാം. മമ്മി അത് ബിഗ് ബോസ് ആണ്. അതിലൊരു കണ്ടസ്റ്റന്റ് ആണ്. അവരും കണ്ടസ്റ്റന്റ് ആണ്. അവരങ്ങനെ കളിക്കും. അല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ലൈവ് കേട്ടോണ്ടിരിക്കണം. അപ്പൊ ഞാൻ കൊടുത്തില്ലേ കൊടുക്കണ്ട. എന്തായാലും ഇപ്പൊ നോമിനേഷനിൽ വന്നാലും അവൻ ജയിക്കും. അതെന്റെ 100% വിശ്വാസവും. സേഫ് ആവും. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കണം. കാരണം അവന് പുറത്തുള്ള റെപ്യൂട്ടേഷനും കൂടി ഇപ്പൊ അങ്ങനെയാണ്. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് അവൻ നോമിനേഷനിൽ വരണതുകൊണ്ട് നമുക്ക് ഒരു ഇതുവരെ നോമിനേഷനിൽ വന്നിട്ട് അവൻ എങ്ങനെയെങ്കിലും ഒക്കെ ദൈവം അനുഗ്രഹിച്ച് പോയി. പുള്ളിയും അതിനുവേണ്ടി കളിക്കണം. പുള്ളി ആ നോമിനേഷൻ പുറത്തെ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ പുള്ളിക്ക് ആൾക്കാർ ഇതുവരെ ഉണ്ടായില്ല. ഇപ്പോഴാണ് ആൾക്കാർ അയക്കണം. പുള്ളി നോമിനേറ്റ് ഞാൻ പറഞ്ഞിരിക്കട്ടെ. പുള്ളി നോമിനേറ്റ് പുള്ളിനെ ഒന്ന് വോട്ട് ചെയ്യണമെങ്കിൽ പുള്ളി അതിനോട് കാണിക്കണം. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ ഈ ഒരു വിഷയത്തിനോട് നല്ലോണം ഹൈപ്പായിട്ട് കേറി വന്നു. പക്ഷെ എനിക്ക് അതിനുവേണ്ടി പുള്ളിയും കളിക്കണം എന്ന് തന്നെ ഉണ്ട്. പുള്ളി അതിന് കൊടുക്കണം. എന്റെ ഒരു ഇതില് പുള്ളി കളിക്കുന്നുണ്ട്. കളിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ തോന്നൽ. അവന് പറ്റാവുന്ന അവൻ കളിക്കും. ഈ ഒരു ഹോട്ടൽ ടാസ്ക് പുള്ളി അടിപൊളിയായിട്ട് കളിച്ചേക്കണേ. സൂപ്പറായിട്ട് കളിച്ചേക്കണേ. അപ്പൊ അങ്ങനെയൊക്കെ കളിക്കുമ്പോ അത് നല്ലതാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അത്. അപ്പൊ അങ്ങനെ ഇനിയും കളിക്കണം. അല്ലാണ്ട് നമ്മ പുള്ളിനെ വെറുതെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി കളിച്ചാലേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടം പെടും തന്നെയാണ് എന്റെ വിശ്വാസം. ബട്ട് നിങ്ങൾ കണ്ടിട്ട് തന്നെ വോട്ട് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടും തന്നെ എന്റെ ഒരു അറിയാമാ. അപ്പോഴും റിയാസ് സലീം പറഞ്ഞ് ഹോസ്പിറ്റാലിറ്റിനെ കുറിച്ചും അവനെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് പുള്ളി ഡയറക്റ്റീവിനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യും. ഞാൻ പറയണ ഈ പ്രേക്ഷകര് അവർക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ എന്റെ മോന് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അവിടെ ഭയങ്കര ഓവർ റിയാക്ട് ആരാണ്?
ചെറിയൊരു സംഭവമാണ് എന്തോ അതാണ് ഓവർ റിയാക്ട് ആണ്. പിന്നെ ആരും മാത്രമേ ഉള്ളൂ. അല്ല അനീഷ് പറഞ്ഞാലും അനീഷ് ഓവർ റിയാക്ഷൻ അല്ല, അനീഷ് ഗെയിമാണ്. ഗെയിമാണ്. അനീഷിനൊരു ഗെയിം ഉണ്ട്. ഇഷ്ടമാണ് അനീഷ്. ആര്യനാണ് ഓവർ റിയാക്ഷൻ ഒക്കെ ചെയ്യേണ്ട. ആര്യന് അതൊരു കളിയാക്കി ADHD എന്നൊക്കെ പറയുന്നത്. അതെ 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 ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ അതൊരു രസകരമായിട്ട് തോന്നാം. അതെല്ലാരും സഹിച്ചിരിക്കണം. ആര്യന് സെയിം ബോയ്സ് അതെ അതെ എല്ലാരും സഹിച്ചിരിക്കണമെന്നില്ല. If you have ADHD, you can go out and അതെ 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 അത്രേ ഉള്ളൂ. ഇപ്പൊ ഐ റിപ്പീറ്റ് ഓനിയിൽ പറഞ്ഞ മാതിരി ട്രോമ കാണിക്കേണ്ട സ്ഥലമല്ല എന്ന് പറഞ്ഞ പോലെ ഇത് കാണിക്കുന്ന സ്ഥലമല്ല. ഇഷ്ടമില്ലെങ്കിൽ റോസി അതെ. പിന്നെ ഒന്നും ചെയ്യുന്നില്ല, ഇത് തുടങ്ങിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല സാബു. അതിപ്പോ സംഭവം വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. ഷാബുമാനാണ്. ഞാൻ അവരതനുസരിച്ചൊരു വടിയും കൊച്ചു കയ്യിൽ കൊടുത്തോണ്ട് നിർത്തി. ഷബ്മാൻ ശരി നമുക്ക് വിഷമമുണ്ട്, പക്ഷെ ഷബ്മാൻ നല്ല ടാലന്റ് ഉള്ള പയ്യനാണ്. പക്ഷെ ആ പഠിക്കാൻ പവറുണ്ട്. അത് ഉപയോഗിക്കണം ആൾക്കാര്. അവിടുത്തെ കണ്ടസ്റ്റൻസ് എന്റെ ചേട്ടനായാലും അത് ഉപയോഗിക്കണം മര്യാദ. അതെ, ആ സ്റ്റിക്കിനൊരു മാജിക്കൽ പവർ ഉണ്ട്. അവിടെ പോയിട്ട് അവര് പറഞ്ഞാൽ മതി, എനിക്ക് ഒരു വിഷയ എനിക്ക് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാവാൻ പറ്റുമോ, കഴിഞ്ഞു കളി മാറി. അത് ആരും ഇവിടെ പിന്നെ ചെയ്യുന്നില്ല. കളി മാറി. അല്ല അത് ഇത്തവണ ലാലായിട്ട് വരുമ്പോ എന്തായാലും ചോദിക്കാം ഉറപ്പായിട്ട് അവിടെ ലൂപ്പ് ഹോൾസ് ആരും ഉപയോഗിക്കുന്നില്ല. അതെന്താന്നറിയോ, ഒരു കാര്യം കേൾക്കുമ്പോ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതെ അത് എടുക്കുന്നില്ല. അതെനിക്ക് തോന്നുന്നു വെപ്രാളാണോ. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നിങ്ങളുടെ അടിപൊളിയാണ്. അത് ഇങ്ങനെ ലോക്കിട്ട് ലൂപ്പ് ഹോൾസ് എടുക്കാം. നിങ്ങളെ മറ്റേ കല്ലൊക്കെ എടുക്കണം. അത് എന്റെ ഒരു ഇതില് ഞാൻ മറ്റേ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഗ്രേറ്റസ്റ്റ് ഒരു ടാസ്ക് ആയിട്ട് കണക്ക് കൂട്ടിയേക്കണത് ഗോൾഡ് സ്റ്റോൺ. കാണാൻ രസം അറിയോ പുറത്തുനിന്ന്. എനിക്ക് അതുപോലെ അതുപോലെ ഇഷ്ടം അത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഹേർട്ടായ ഒരു സംഭവം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് എടുത്തിട്ട് ഞാനും മിഥുനാണ് അതിനകത്ത് വന്നേ. അപ്പോ മിഥുൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ആ സാധനം എടുത്തത്. അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് നീ അത് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കി എടുക്കുന്നത്. അപ്പൊ ഞാനും മിഥുനായിരുന്നു ടീം. അപ്പൊ എന്നോട് ആരാരും ഷീഷാനൊക്കെ പറയുന്നുണ്ട് നീ അവിടെ ഇരിക്കുക പതുക്കെ അത് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, കാരണം മിഥുന്റെ ഹെൽത്തും മിഥുൻ ഇങ്ങനെ കുടഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഭിത്തിപ്പോയി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എടുക്കാൻ പറ്റുമ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ മിഥുൻ്റെ അടുത്ത് പറയുന്നുണ്ട് മിഥുൻ ശ്രദ്ധിച്ചോണം കേട്ടോ, നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അത്രയും കഷ്ടപ്പെട്ട് എടുത്തത് ആ ഗോൾഡ് സംഭവം. അല്ല, ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ഫ്രെയിമിന്റെ അടുത്തുനിന്ന് മാറാൻ പറഞ്ഞു. സ്റ്റോൺ അടച്ചിട്ട് ഫ്രെയിമിന്റെ അടുത്തുനിന്ന് മാറാൻ പറഞ്ഞപ്പോഴേക്കും ഇവൻ മാറിലും ഞാൻ സ്റ്റോൺ എടുത്ത് നേരെ അപ്പുറത്തേക്ക് കൊണ്ട് പോയി. എനിക്ക് കുറ്റബോധമായി, കാരണം എന്ന് വെച്ചാൽ ഇവൻ കഷ്ടപ്പെട്ട് എടുത്താണല്ലോ, ഇതിപ്പോ നമ്മളെടുത്താൽ ശരിയാവോ. അല്ല, ഞാനെടുത്തു, മിഥുൻ എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റിൽ മിഥുൻ എടുത്ത് വന്നിട്ട് പിന്നെ ഫ്രെയിമിന്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഫ്രെയിമിന്റെ അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു എല്ലാവരും. സ്റ്റോൺ നടുക്ക് വെച്ചിട്ട് മാറി. പുള്ളിക്കാരത്തി പോയി. സ്റ്റോൺ ഞാൻ എടുത്ത് ഫ്രണ്ടിലോ നിന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഒരാൾ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ. പിന്നെ അതിന്റെ മേലെ വർത്താനം പറഞ്ഞു ഞാൻ തന്നെ ആ കല്ല് വലിച്ചെറിഞ്ഞു. ആ സാധനം നേരെ മനീഷ് ചേച്ചിയുടെ വയറുമ്മ ചെന്ന് മുട്ടി വേറെ അടുത്തേക്ക് പോയി. കാരണം നമ്മുടെ ഉള്ളില് ഒരാൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു സാധനം, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ആ സാധനം. അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ വരെ പറഞ്ഞു വല്ല കാര്യം ഉണ്ടായിരുന്നു, അത് എറിഞ്ഞു കളയേണ്ടെന്ന്. ഞാനത് ചോദിക്കണം എന്തിനാണെന്ന്. അല്ലാതെ ഞാൻ എടുത്തല്ലോ. നമ്മളെവിടെ നിർത്തിയത്? സാബുമോന്റെ കഴിഞ്ഞു. കല്ലിന്റെ സംഭവം അതെന്താന്ന് വെച്ചാലേ മിഥുനാണ് ആ കല്ലിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് ഓടിപ്പടഞ്ഞെടുത്തത്. ഞാൻ വെറുതെ എൻ്റെ അടുത്ത് പോയി ഇങ്ങനെ എടുത്തതാ. അപ്പോൾ ഒരു കുറ്റബോധം, ഒരാൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വെറുതെ അങ്ങനെ എടുക്കണം ശരിയല്ലല്ലോ അമ്മേ. അതാണ് ഞാനത് വലിച്ചെറിഞ്ഞത്. അത് ഒടുക്കത്തെ വലിച്ചെറിയലായിരുന്നു. പിന്നെ അവിടെ നിന്ന് തുടങ്ങി വഴക്ക്. ഓക്കെ, അപ്പം ഒന്നും കളിക്കാത്ത സാബുമോൻ. അപ്പൊ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഉള്ള ആരും യൂസ് ചെയ്യുന്നില്ല ഒരു സംഭവം. മേബി അത് വൃത്തിക്ക് ഉപയോഗിച്ചാൽ ടാസ്ക് ഒറ്റടിക്ക് തീരും. അങ്ങനെ ഇവരെല്ലാരും മറ്റേ പേഴ്സണാണ് കാണുന്നത്. അവര് ശാപം പാവം വിഷമിച്ച് പുറത്തേക്ക് അവർക്ക് വിശ്വാസം അവിടെ ആകെ വിശ്വാസം ശോഭ ചേച്ച. അത് അവരുടെ ബിസിനസ് ബന്ധം അങ്ങനത്തെ വിശ്വാസമാണ്. പക്ഷെ ഇവര് ഉപയോഗിക്കേണ്ട വിഷയം ഉപയോഗിച്ചില്ല. അത് ശരിക്കും പറഞ്ഞല്ലേ ഓണിൽ ഉപയോഗിച്ചിട്ട് ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ജനറൽ മാനേജർ ആവാൻ പറ്റും. പക്ഷെ സാബ് കൈമാറ്റില്ല. പിന്നെ അത് ആക്ച്വലി പുള്ളി ഉപയോഗിച്ചിട്ടില്ലേ. പക്ഷെ പിന്നെ അത് നടക്കാതെ പിന്നെ പുള്ളി പോയില്ല. അത് പിന്നെ ആരുടെ ഇതിലേക്ക് അങ്ങോട്ട് എത്തിയില്ല.
പിന്നെ അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഒരു ഡ്രാമ, എന്താ പറയാ, വെറുതെ ഇങ്ങനെ കിടന്ന് ഒന്നുമില്ല. പക്ഷെ ഒരു എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാം കണ്ടന്റിൽ ഇടി ഉണ്ടാക്കും. പ്രത്യേകിച്ച് അക്ബറൻ ആരാന്ന് വെച്ചാൽ ബുള്ളിങ് കാണിച്ച് അവരെന്തെങ്കിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ജോണിയൻ വർക്കിംഗ് അടിപൊളിയായിരുന്നു. അതിൽ സമരം ചെയ്യണം. ഹോട്ടൽ ടാസ്കിന് എന്തെങ്കിലും സമരം ചെയ്യണം. അതെ, അതാണ്. അതെന്താണെന്നറിയോ, എനിക്ക് തോന്നണേ എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാലേ പുറത്തെ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്നുള്ളൊരു റോങ് അവിടെ പോയിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച മാസാവും, രണ്ടാമത്തെ ആഴ്ച ഓക്കെ ആവും, മൂന്നാമത്തെ ആഴ്ച ബോറാവും. അപ്പൊ അതങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ഫാക്ടറാണ്. ഓക്കെ, വാട്ട് അബൌട്ട് റെന ഫാത്തിമ? ഇഷ്യൂ വിത്ത് ഓൺലി നോട്ട് ഒനീൽ ഇഷ്യൂ. അത് എനിക്ക് തോന്നുന്നു അത് നന്നായിട്ട് കോപ്പപ്പ് ചെയ്ത് പോയിന്ന് തോന്നുന്നു. അതെ അതെ അതെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആളൊരു വോയിസ് ആണോ നോയിസ് ആണോ? നോയിസ് ആണ്. പ്ലെയർ ഓൾസോ, ബട്ട് ഷീസ് നോട്ട് മെച്ചുവർഡ് ഇനഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിലോട്ട് പോകാം. കുറച്ചും കൂടി ഗെയിം അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത് ഓൺലി പറഞ്ഞ അഭിപ്രായം തന്നെയാണല്ലേ. അതിനെ എവിടെയെങ്കിലും സ്കൂളിൽ എനിക്ക് പഠിക്കാൻ അനുവദിക്കുക. ഇപ്പൊ ബിന്നിനെ തോന്നണതൊക്കെ തന്നെയാണ് റെനനെയും തോന്നാറുള്ളത്. പക്ഷെ ഇത് അവർ രണ്ടുപേരും കൂടിയാണ് അങ്ങനെ പോണത്. ഓക്കെ, ഇത് ഫസ്റ്റ് മറ്റേ ആര്യൻ ഗിസേലിന്റെ അനുവിന്റെ വിപ്ലവമൊക്കെ കണ്ടായിരുന്നോ? സദാചാരമാണോ? ആ, സദാചാരം. അതിനകത്ത് ബിന്നിയുടെയും റെനയുടെയും സ്റ്റാൻഡിനെ എങ്ങനെ കാണുന്നു? എഗൻസ്റ്റ് അനു ആയിരുന്നു. ദെൻ ഇപ്പൊ നൗ സ്ലോലി വിത്ത് അനു ആണ്. അതന്നെ ഞാൻ പറഞ്ഞു, ഇൻഡിവിജ്വാലിറ്റി ഇല്ലാന്ന്. സത്യം, അതാണ് ഫാക്ടർ വരുന്നത്. കാരണം ഓണൊരു സെൽഫ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ കുറവാണ്. അവരൊരു ഷാഡോ ആണ്, അവർക്ക് ആരും വേണം കൂടെ, ഒരു ഗ്രൂപ്പ് വേണം അവർക്ക്. They can't do anything by themselves. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് ഒനിൽ ഇസ് ദർ റൈറ്റ്. അപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയണം, പോയിക്കോ, നേരെ വീട്ടിൽ പോവാ, ഒരു 3 പേരെ വിട്ടാക്ക. എനിക്കോ വിട്ടാക്കാനോ? ആ ഒരു പവർ തരാണ്. ഇപ്പൊ നമ്മുടെ സാബുമോൻ സ്റ്റിക്ക് കൊടുത്ത മാതിരി ചെന്നിട്ട് 3 പേരെ എവിക്റ്റ് ആക്ക. 3 പേർക്ക് എനിക്ക് കളിക്കാൻ പറ്റോടോ? ഇന്ന ഗെയിമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കളിക്കാൻ പറ്റണം. പക്ഷെ ഓക്കെ, അപ്പൊ ആദ്യം ഒന്നില്ല പറഞ്ഞുവിടാം. 3 പേരെ വിറ്റാക്കാം. 3 പേർക്ക് ഞാൻ പറയാം, 3 പേരെ വിറ്റാക്ക. ഒരാളെ ക്യാപ്റ്റൻ ആക്ക, ഒരാളെ ഞാൻ പറഞ്ഞ രീതി ഉണ്ടല്ലോ. 3 പേരെ എവിക്റ്റ് ചെയ്യാ, ഒരാളെ ക്യാപ്റ്റൻസി ആക്കാം. അങ്ങനെ ഒരു പവർ തന്ന സ്പോട്ടില് നീ ഒന്ന് പറയുമ്പോഴേക്കും അവർ ഇറങ്ങിക്കൊള്ളണം. എനിക്ക് അങ്ങനെ പറ്റുമെന്നാണെങ്കിൽ ഞാൻ എന്റെ ചേട്ടനെ ക്യാപ്റ്റൻ ആക്കും. ഓക്കെ, എന്നിട്ട് എവിക്റ്റ് ആക്കാൻ 3 പേര്. ആരോണിലാക്കാം, ആരോണില്ല വിറ്റാക്കാം. ആരും എവിക്റ്റ് ആക്കാം. ഒനീൽ സേഫ്, ഒനീൽ ക്യാപ്റ്റൻ ആയല്ലോ. ഇനി അതിനകത്ത് റെന ഉണ്ട്, അനീഷ് ഉണ്ട്, അക്ബർ ഉണ്ട്, ഷാനവാസ് ഉണ്ട്, ആര്യൻ ഉണ്ട്, ഗിസേൽ ഉണ്ട്, ബിന്നി. അക്ബർ എന്തായാലും കപ്പ് അവിടെ ഒരു ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. അവരായിട്ട് കളിച്ചേക്കാം. ആ, ഓക്കെ, നല്ല രസമുള്ളൂ. അവരായിട്ട് കളിച്ചേക്കാം. അവരെ കളിച്ചിരിക്കണം. അപ്പൊ കാണാൻ നല്ല രസമായിരുന്നു. അഖിൽമാരുടെ ശോഭയൊക്കെ പോലെ റെന പോട്ടെ, ഓക്കെ, 100 പോട്ടെ. 100 പോട്ടേതാ അത് കേൾക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണല്ലോ കളിക്കുന്നുണ്ട്. കേൾക്കാൻ വേണ്ടി. അത് നിങ്ങൾ ചോദിച്ചില്ലേ 100 പോട്ടെ. ആക്ച്വലി സാബുമാ പോട്ടെ, അല്ലെങ്കിൽ ജിഷൻ. ഇവർ രണ്ടെല്ലാം എല്ലാം പോട്ടെ. നല്ല ലക്ഷ്മി പോണം. ഞാൻ മറന്നു ലക്ഷ്മിനോട്. അപ്പൊ പറയിപ്പോ കൺഫേം ആക്ക്. റെന പിന്നെ ലക്ഷ്മി. റെന പിന്നെ ലക്ഷ്മി. ഓക്കെ, അവര് 3 പേരെ വിറ്റായിരുന്നു. റെന പിന്നെ ലക്ഷ്മിയെ വിറ്റായില്ല. ഓക്കെ, അപ്പൊ മമ്മിയാണ് പോയെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പോയി കഴിഞ്ഞാൽ ഫാമിലി വീക്ക് വരുന്നുണ്ട്. ഫാമിലി വീക്ക് അറിയാമോ? അത് ഓരോ സമയത്ത് ഓരോ ഇതാ. ചിലപ്പോ 50 days കഴിഞ്ഞിട്ടായിരിക്കും. 50 days ആയല്ലേ ഇപ്പൊ? ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി മനോഹരമായ പരിപാടികളൊക്കെ വരുന്നത്. 46 ആവില്ല. എങ്ങനെയും 50 days കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഇത് വരെ. അത് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണയൊക്കെ 2 days ഒക്കെ നിൽക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് നിന്ന് വെറുതെ പോണിപ്പിക്കണ നല്ലത്. ഒരു ദിവസം ഞാൻ പോയിക്കൊള്ളാന്നുള്ള നേരത്തെ
അല്ല അതല്ല ഒരു ദിവസം നമുക്ക് നിൽക്കാം അല്ലേ, അതാണല്ലോ നല്ലത്. അത് കുറച്ചും കൂടി ഒരു ഡ്രീം മൂമെന്റ് ആയിരിക്കുമല്ലോ നമ്മുടെ. അതെ അതെ. പിന്നെ മാത്രമല്ല പിള്ളേർക്ക് ഒരു വിഷമമായിരിക്കും, അത്ര സൗകര്യമില്ലാത്തൊരു വലിയ വീടും ഭക്ഷണമൊക്കെ ഇല്ലെങ്കിലൊക്കെ വിഷമമായിരിക്കുമല്ലോ കുട്ടികൾക്ക്. അല്ല അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. നമ്മൾക്ക് കൊണ്ടുപോകില്ല, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ കൊണ്ടുപോകാണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വിളിച്ച് എന്തൊക്കെ കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകാമെങ്കിലും എന്തായാലും കൊണ്ടുപോകും. എന്തായാലും കൊണ്ടുപോകും. അത്രയും പേർക്കുള്ള എന്തായാലും കൊണ്ടുപോകും. ഈ വഴിക്കാണോ പോണത്? വന്നു. അതൊക്കെ മമ്മിക്ക് ഈസിയാണ്. ഈസിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ആ ഡിഷ്. പുള്ളിക്കാരെ എപ്പോഴും ഉണ്ടാക്കുമ്പോ അത്രയും പേർക്ക് ഉണ്ടാക്കുന്നത്. എന്റെ വീട്ടിലല്ലേ, എന്റെ വീട്ടിൽ എന്റെ ഫ്രണ്ട്സ് എല്ലാ ദിവസവും വരും. അതാണ് പുള്ളിയുടെ ഫ്രണ്ട്സ് ആണത്. അപ്പൊ അത് തന്നെ ഒരു 25 പീപ്പിൾ ഉണ്ട്. 25 പീപ്പിൾ. അപ്പൊ അവര് നമ്മൊരു പരിപാടി വെക്കുമ്പോ അവർക്ക് എല്ലാരും കൂടി മനസ്സിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുള്ളൂ. അപ്പൊ മമ്മി എങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കും. ഒന്നില് പഠിച്ചോണ്ടിരിക്കുമ്പോ ഒന്നിന്റെ ഫ്രണ്ട്സ് എപ്പോഴും വന്നിട്ടിരിക്കും. അന്ന് ഇയാള് ചെറിയ സ്കൂളിലല്ലേ, അപ്പോഴും ഇതുപോലെ തന്നെ LKG പഠിക്കുമ്പോഴാണ് അവനല്ലോ. ശരി. അപ്പൊ എന്തായാലും കൊണ്ടുപോകും അല്ലേ? കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോകാം. കഴിഞ്ഞ സീസണിലൊക്കെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് അതങ്ങനെ സ്നാക്സുകൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു. എന്തായാലും അവിടെ എല്ലാരും പറയാറുണ്ട്, അവര് ഇടയിൽ വെച്ച് പറയാറുണ്ട് മമ്മിയുടെ വിന്താലം വെക്കണം, ഇപ്പൊ എന്തായാലും കൊണ്ടുപോകണം, ഇവിടെയും കൊണ്ടുപോകാൻ ഒരു ദിവസം മറന്നു. ഞാൻ വന്ന് കഴിച്ചോളാം. ഇപ്പൊ താമസിക്കുന്ന ചെറിയ വീടാണ്, നമുക്ക് മുകളിലോട്ടൊന്ന് കയറാൻ. എന്റെ തറവാട്ടിലാണ് താമസിക്കണം, തറവാട്ട് ഒറ്റക്കാണ്. ഒന്നിലിന് എല്ലാ ഫുഡും ഇഷ്ടമാണോ അതോ സെലക്റ്റീവ് ആണോ? സെലക്റ്റീവ് ആണ്. കൂടുതലും സീ ഫുഡ് ആണോ എന്താണ്? അങ്ങനെയല്ല, അവൻ തന്നെ ഉണ്ടാക്കി തന്ന ഫുഡ് ചിലപ്പോൾ അവനത് കഴിക്കില്ല, നമുക്ക് തരും. എന്റെ മീൻകറിയും ചോറും നല്ല കുടംപുളി ഇട്ടൊക്കെ ഇപ്പൊ വെച്ചേക്കണ അതേപോലെ വെക്കണ ചോറും കറിയും ബീഫ് എന്തായാലും. ഇവരൊക്കെ ഇറച്ചിക്കാരായിരുന്നു. പിന്നെ ഉള്ളിലാക്കി ചോറ് കറി ഒരു കൊല്ലത്ത് നമ്മുടെ വീട്ടിലിങ്ങനെ ഒലെത്തുമ്പോഴിങ്ങനെ ചെമ്മീൻ, അതിനകത്ത് ചെമ്മീൻ ഇടും നമ്മൾ. ഇവരുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ആരായിരുന്നു ഏറ്റവും അയ്യോ വയ്യ എന്നുള്ളൊരു അവസ്ഥ വന്നേ? രണ്ടുപേരും ടോപ്പാണ്. രണ്ടുപേരും കുർത്തക്കേടിന് ടോപ്പാണോ? അല്ല, കുർത്തക്കേടിന് ഇച്ചിരി ആള്. ഗ്രിഗോറിയനിൽ എന്നും പ്രശ്നം കയറ്റിവിടാം. ഗ്രിഗോറിയനിൽ എന്നും ഞാൻ മറ്റേ പുള്ളിയുടെ അത്ര ഒന്നും പഠിക്കൂല, പുള്ളി ഭയങ്കര പഠിപ്പിച്ചിട്ടാണ്. പുള്ളി പഠിക്കണ എനിക്ക് പ്രഷറാണ്. പുള്ളി മറ്റേ റാങ്ക് ഹോൾഡർ കമ്പാരിസൺ ഉണ്ടായിരിക്കും അല്ലേ? നന്നായിട്ട് പഠിക്കുക അങ്ങനെ. പക്ഷെ അതൊരിക്കലില്ല കേട്ടാ, അതൊരിക്കലില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടം എന്താണ് അത് അതിന്റെ പുറകെ പോകാനേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ ഞാൻ മോളുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇഷ്ടത്തിന് ഇങ്ങോട്ട് വിട്ടേക്കാം. ഞങ്ങൾക്ക് ഇവര് ഒന്നില്ല തീരുമാനിക്കണ ഇവനെ. കമ്പാരിസൺ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വെറുതെ ഒരു കഥ പറഞ്ഞ പ്രഷർ ഉണ്ടാവില്ല. പുള്ളി കാരണം ഫസ്റ്റ് റാങ്ക് പുള്ളി എല്ലാത്തിലും. എനിക്കത് പറ്റൂല ഫസ്റ്റ് റാങ്ക് ആവാൻ. അത് ഇവര് നമ്മളെ പണ്ട് ഒന്നിന് കൊടുത്ത മോട്ടിവേഷൻ, ഈ വീഡിയോയിൽ കൊടുത്ത മോട്ടിവേഷൻ എല്ലാവർക്കും നമുക്ക് തരാം. അപ്പൊ നമ്മത് ഹെൽപ്ഫുൾ ആണ് അത് പുള്ളി ഇവര് തന്നത്. നമ്മളൊക്കെ ഇവരുടെ ഡാഡി ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഇവരുടെ ഡാഡി കഴിയുമ്പോൾ 17.5 years ഓൾഡേ ഉള്ളൂ. എനിക്ക് 20 years ഞാൻ ഉള്ളിനെ പ്രസവിച്ച് എന്നെ പഠിപ്പിച്ചതും എന്നെ ഇത്ര നിലയിലെത്തിയതൊക്കെ ഇതാരിയാണ്. അതിന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇല്ലായിരുന്നു, പുള്ളിയുടെ കൂടെ പോയി അവിടെ ഇവനെ ജനിച്ചു. ഒനിയിൽ അവിടെ വളർന്നു. +1 ആണിപ്പോൾ സെക്കൻഡ് കൊണ്ട് ചേർത്തു, അവിടുന്ന് ലോ കോളേജിൽ ചേർത്തു. അങ്ങനെ പോയി ആ കരിയർ. പിന്നെ UK പോയി. അങ്ങനെ ഒരുപാട് കരിയർ ഇഷ്ടം പോലെ പറയാൻ പോയാൽ തീരൂല. അതുകൊണ്ട് ആളുടെ ഇവന്റ്സ് സംഭവം എങ്ങനെയൊക്കെയാണ്? ആള് ഒത്തിരി ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വർക്കും എല്ലാം, കാരണം ഫ്രീ ടൈമിൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ ബാക്കിയുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പുള്ളിയുടെ ഒരു ഹിസ്റ്ററി വാക്കും പിന്നെ ഫുഡ് വാക്കൊക്കെ ഉണ്ട് പുള്ളിയുടെ ഒരു. പിന്നെ പുള്ളി ഷെഫ് ആയതുകൊണ്ട് പുള്ളിയുടെ ഈ സ്റ്റേക്ക് പുള്ളി അടിപൊളിയായിട്ട് ഉണ്ടാക്കും, അത് സ്പെഷ്യലൈസ്ഡ് ആണ്. പിന്നെ അതും അല്ലാണ്ട് സാൻഡ്വിച്ചസ്, പിന്നെ മാൻഡ്വിച്ച് വീക്കെൻഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എവറി മന്ത് ഒരു വീക്കെൻഡ് 2 വീക്കെൻഡിൽ സാൻഡ്വിച്ചസ് ആ ഒരു വേൾഡിൽ തന്നെ ഉള്ള ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് പുള്ളി ഉണ്ടാക്കും. അത് ആ ഒരു മന്ത് വിൽക്കും. പിന്നെ അതല്ലാണ്ട് പുള്ളിയുടെ മറ്റേ സ്പൂക്ക് ട്രെയിൽ എന്ന് പറഞ്ഞൊരു ട്രെയിൽ ഉണ്ട്, മറ്റേ ഫാന്റാസ്മ എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുമ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഡാർക്ക് ഹിസ്റ്ററി, നമുക്ക് ആരും അറിയാത്ത ഡാർക്ക് ഹിസ്റ്ററി. പിന്നെ
ഇപ്പൊ മിക്സ്ഡ് വിത്ത് ഫോക്ലോർ ആരാ കാപ്പിരി മുത്തപ്പൻ. വളരെ രാത്രിയാണല്ലേ അങ്ങനെ ഒരു പ്രേതം ഉണ്ടായിരുന്നു. മറ്റേ പ്രേതമല്ല, എന്നാലും പ്രേതമായിട്ട് ബന്ധമില്ല. പ്രേതം പക്ഷെ ഒരു ഡാർക്ക് ഫോഴ്സോ നെഗറ്റീവ് ഫോഴ്സോ ഉള്ള കഥകള്. ഡച്ചുകാര് വന്ന് പോർച്ചുഗീസുകാരെ ഇവിടുന്ന് തുരത്തി. പോർച്ചുഗീസുകാർ പോകുന്നതിന് മുമ്പ് കുറെ ആഫ്രിക്കൻസ് ബ്ലാക്ക് പീപ്പിളിനെ ഇവരുടെ സെർവൻസ് ആയിട്ട് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ ഇവരുടെ കുറെ ഗോൾഡും ഡയമണ്ട്സും എല്ലാം കൊടുത്തിട്ട് ഇവരെ ജീവനോട് തന്നെ മതിലിൽ പേസ്റ്റ് ചെയ്തു. അയ്യോ അപ്പൊ ഇതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. അങ്ങനെ അപ്പൊ നമ്മളൊക്കെ ആ കാപ്പിരിക്ക് കൊണ്ടുപോയി ചുരുട്ടും. മോളെ അത് വായിക്കണം, എപ്പോഴും ഉണ്ടാകും ഇൻസ്റ്റയില്. അപ്പൊ ഒരു രാത്രി വരണം, അപ്പൊ രാത്രിയാണ്. അല്ല, പുള്ളിയുടെ വോക്ക് എപ്പോഴും അതൊരു കാര്യമാണ്. പുള്ളിയുടെ വോക്ക് എപ്പോഴും രാത്രി 11 മണിട്ട് തുടങ്ങുള്ളൂ. അത് ആക്ച്വലി പുള്ളിയുടെ ഒരു റെവല്യൂഷനാണ്. ടു ഷോ ദാറ്റ് ഇറ്റ് ഇസ് സേഫ് ടു വോക്ക് ഇൻ ഫോർട്ട് കൊച്ചിൻ അറ്റ് നൈറ്റ് ഫോർ വുമൻ ആൻഡ് കിഡ്സ്. അതല്ലേ പറഞ്ഞ I don't think so. You should walk with only them. You'll feel. അണ്ടർസ്റ്റാൻഡ്. Okay. രാത്രി 1 മണി വരെ 2 You മണി should walk with വരെ only. എനിക്കെന്റെ പെർമിഷൻ കൊണ്ട് ആ ഡയലോഗ് പോലീസ് സ്റ്റേഷൻ അതാണ് അതല്ലേ എന്നെ My work. കുറെ ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവന്നാണ്. ഒരു മാനേജ്മെന്റ് കൊണ്ടുവരേണ്ടത് ഇപ്പൊ. ടീച്ച് മീ. അതെ, പുള്ളിക്ക് അറിയാതെ. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യണത്. അപ്പൊ അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് ആൾക്കാർ നമ്മുടെ അടുത്ത്. ഞാനും പുള്ളിയുടെ ആ ഒരു ടീമിലുള്ള. ഓക്കെ, അപ്പൊ അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലം? ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുക അവരുടെ ഫെസ്റ്റിവൽസ്. ഇപ്പൊ ജൂയിഷ് ഹിസ്റ്ററി ഉണ്ട്. കൊച്ചിയില് ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാത്തണ്ടല്ലോ. ഇത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ കേട്ടത് ഫാന്റാസ്മ എന്നാണ്. ഫാന്റാസ്മ ഞാനത് ഓർമ്മ കൊണ്ടുവരണ്ടിരുന്ന ആ ഒരു കാർഡ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എന്നിട്ടാണ് പോണത് പെർമിഷൻ മേടിച്ച്. അപ്പൊ കാരണം അവരുടെ കണ്ണെപ്പോഴും എവിടെയെങ്കിലും അടുത്തുണ്ടാവും. ഈ ഗ്രൂപ്പ് പ്രൊട്ടക്റ്റഡ് ആണ് എപ്പോഴും. പകല് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഫോർട്ട് കൊച്ചിയില്. ഭയങ്കര ക്രൗഡല്ലേ, ഓവർ ക്രൗഡഡ് ആണ്. എന്നുവെച്ചാൽ ഒത്തിരി വെഹിക്കിൾസ് ഉണ്ടാവും. അതിന്റെയൊക്കെ ഹോങ്കിങ്ങും എല്ലാം ആളുകൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഫോർട്ട് കൊച്ചിയിൽ എവിടെയൊക്കെ വെഹിക്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം, അപ്പൊ ആളുകൾക്ക് അവിടെ നടന്ന് കാണാൻ പറ്റും. ഇതൊക്കെ ഓൺലി ഒരു റൈറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കോർപ്പറേഷൻ തന്നെ കൊണ്ടുപോയിട്ട് ഈ ഗാർബേജ് ഡംപ് ചെയ്തിരുന്ന പഴയൊരു തിയേറ്റർ ഉണ്ട്, കോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഈ ഇത് ഗാർബേജ് മുഴുവൻ അവിടെ ഡംപ് ചെയ്തിട്ട് ഒത്തിരി മസ്കിറ്റോസും എല്ലാം ആയിട്ട് ഇവർക്ക് 2 പേർക്കും ഡെങ്കി ഒക്കെ വന്നു. ഇവൻ വല്ലാണ്ട് ഇതായി ഒന്നില്. അതിനെ കുറിച്ച് അവൻ സംസാരിച്ചു മേയറിന്റെ അടുത്തുനിന്ന് പലയിടത്തും. അതിന്റെ അവിടെ പോയി നിന്ന് ഇത് കാണിച്ചു കൊടുത്ത് വീഡിയോ ഉണ്ടാക്കി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ ബിനാല് നടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വരാൻ ലിറ്ററലി കുറച്ച് പേടിയാ. ലൈക്ക് ഒന്ന് ക്രൗഡ്, 2 എനിക്കറിയത്തില്ല എന്റെ ഒരു സേഫ്റ്റി സൈഡ് എത്രത്തോളം ഉണ്ട്. വന്നിട്ടുണ്ട്, വരാതെ ഇരുന്നിട്ടില്ല. വരെയും ഇപ്പൊ ഫാമിലി അടക്കം അവിടെ വരെയും പോവുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അപ്പൊ ആ ഒരു ക്രൗഡ് എനിക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാൻ 3 months കഴിഞ്ഞിട്ട് വരുള്ളൂ. ക്രിസ്മസ് ടൈം ആണോ? അല്ലല്ല, ഈ ബിനാലെ ടൈമിലാണെങ്കിൽ ഈവൻ ഈവനിങ് ടൈമിലാണെങ്കിൽ ആ ടൈമില് അവിടെ ഫോട്ടോച്ചിക്കാരല്ല കൂടുതലും. കാർണിവലിന്റെ ടൈമില് അശിപ്പിക്കും, ആലമ്പണ്ടാക്കും, കുളത്തരം കാണിക്കും, പ്രശ്നം ഉണ്ടാകും, എല്ലാം ചെയ്യും. അത് ആ സമയത്ത് പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ ഇറങ്ങാൻ പറ്റൂല. ന്യൂ ഇയറിന് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇറങ്ങിയ അപ്പൊ ആൾക്കാർ ആ ഒരു ടൈമില് ഐ മൈറ്റ് ഈവൻ സപ്പോർട്ട് യുവർ സ്റ്റേറ്റ്മെന്റ്. ബട്ട് ദെൻ അല്ലാത്ത ടൈമില് യു ക്യാൻ ഫീൽ പ്രൊട്ടക്റ്റഡ് ഫോർ ഷുവർ. ആ ടൈമിലും പ്രൊട്ടക്റ്റഡ് ആണ്, ഡോണ്ട് വെറി. അത് എങ്ങനെ പറഞ്ഞല്ലേ. പക്ഷെ ആ ടൈമിൽ ഓഫ്കോഴ്സ് പോലീസ് കൺട്രോൾ ഉറപ്പായിട്ടും വേണം. കാരണം അത്ര ആൾക്കാരുണ്ടാവും, ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. 5 lakh 4 lakh പീപ്പിൾ ആണ് എല്ലാം ന്യൂ ഇയർ ടൈമിലുള്ളത് അവിടെ. അത്രയും ക്രൗഡാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഡോർ തുറക്കാൻ പറ്റില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി സൈഡ്, കാർണിവൽ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അവിടെ ഇടന്ന് താമസിക്കും. എന്റെ വീട്ടിലേക്ക് അപ്പോഴും കാർണിവൽ സൈഡാണ്. ഇപ്പോഴും ഫോർട്ട് കൊച്ചി തന്നെയല്ലേ? അതെ, പക്ഷെ എന്റെ വീട്
കഴിഞ്ഞ വീട് നിങ്ങൾ രണ്ടുപേരും ഫോട്ടോ വെച്ചു അതെ തുള്ളിച്ചെല്ലി. ഒരു ലവ് മാരേജ് ജസ്റ്റ് 2 കിലോമീറ്റേഴ്സ് അതിലേക്ക് ഞാൻ വന്നത് ലവ് മാരേജ് ആണോ? ആ കേക്കട്ടെ, പ്രണയകഥ കേക്കട്ടെ. ആരാണ് ഞാൻ പറഞ്ഞില്ലേ 17 +2 പഠിക്കുമ്പോ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ പുള്ളിനെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച കാര്യമല്ല ഞാൻ ചോദിക്കണം. ആരെ പ്രപ്പോസ് ചെയ്ത് ആദ്യം? അമ്പടാ, അതങ്ങനെ സംഭവിച്ചു പോയി. എന്നിട്ട് മമ്മി അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞോ? ഇല്ല, പിന്നെ കാരണം ഉണ്ട്, ഞമ്മക്കളുടെ വീട്ടിൽ കുറെ ബ്രദേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവരെ പേടിച്ചിട്ടാണ്, പക്ഷെ ഇഷ്ടായിരുന്നല്ലേ? നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ പറയാം. ലുക്കനായിരുന്നു പണ്ട്. ഓക്കെ, എന്നിട്ട് എങ്ങനെ ഓക്കെ പറയിപ്പിച്ചോ അതോ പറഞ്ഞോ? എത്ര നടക്കണ്ടോന്ന് പറയിപ്പിക്കേണ്ടൊന്നും വന്നില്ല. അതിന് മുമ്പൊക്കെ സംഭവിച്ചു. ഒക്കെ സംഭവിച്ചു. പിന്നെ വീട്ടുകാരൊക്കെ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഇന്റർകാസ്റ്റ് ആണ്, ഹിന്ദു ആണ്. ഹിന്ദു അത് ഞാൻ ക്രിസ്ത്യൻ ആണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് സമ്മതിച്ചില്ല. ജാതിയും അതൊന്നുമില്ല. അത് ഇവിടെയും ഇല്ല. അതൊന്നുമില്ല. കാരണം ഞങ്ങളുടെ മക്കള് പായസാണ്, റിലീജിയസ് അല്ല. അപ്പൊ സമ്മതിച്ചില്ല വീട്ടില്? ഏയ് സമ്മതിക്കൊക്കെ രണ്ടു വീട്ടുകാരും സമ്മതിപ്പിച്ച് സമ്മതിപ്പിച്ച്. പിന്നെ രണ്ടുപേരും ആര് ഏത്തിസ്റ്റ് ആണ്. അപ്പൊ പിന്നെ അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ജാതി മതമൊന്നുമില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. എന്റെ ഫാദറും അത് തന്നെ. ഓക്കെ. അപ്പൊ സമ്മതക്കുറവൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചിപ്പോ ഒരു പള്ളി കെട്ടല്, അമ്പലത്തിൽ കെട്ടല് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞങ്ങളുടെ കല്യാണമൊക്കെ അടിച്ചു പൊളിയ ഒരു കല്യാണം. അത്ര തന്നെ. അങ്ങനെയൊക്കെ തന്നെ. ഞാനത് സെയിം പ്ലേസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുമ്പോ എന്താ അവിടെ ഒരു പ്രണയം മണുത്തല്ലോന്ന്. പിന്നെ അങ്ങനെ കഴിഞ്ഞു. ഞാൻ 20 വയസ്സിന്റെ പ്രസവിച്ചോണ്ടിരുന്ന. അതാണ് നമ്മളെ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പിന്നെ ഇവനെ ഞങ്ങള് അതിനുശേഷം 10-14 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ ദുബായിലാണ് പ്രസവിച്ചത്. ദുബായിലാണ് ഉള്ളിൽ പഠിച്ചത് വളർന്നതൊക്കെ. അതാണ് നിങ്ങളുടെ ലവ് ജേർണി. ഞാൻ അവിടെ ടീച്ചറായിരുന്നു. ഒളിന്റെ ടീച്ചറായിരുന്നു, ഇവന്റെയും ടീച്ചറായിരുന്നു. രണ്ടുപേരും ടീച്ചറായിരുന്നു. ഷോർട്ട് ടെമ്പേർഡാണോ ആര്? ഞാനാ വീട്ടില് പൊതുവെ? ഇല്ല, ആദ്യമൊക്കെ അങ്ങനല്ല, ഷോർട്ട് ടെമ്പേർഡിനല്ല. മമ്മിനെ ഇറിറ്റേറ്റഡ് ആക്കരുത്, ആക്കി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. ആള് സമാധാനത്തിന്റെ പാതയാണ്. അത്ര സമാധാനം എന്നാലും ഓക്കെയാണ്. മമ്മിക്ക് പുള്ളി ഉണ്ടാവണം കൂടെ, പുള്ളിക്ക് മമ്മി ഉണ്ടാവണം കൂടെ. അതെ 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 അതെ. പുള്ളി 3 months കൂടുമ്പോ വരും. ബിക്കോസ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ എന്റെ ജോലി, മോന്റെ പഠിത്തം ഒക്കെയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. അപ്പൊ പുള്ളി 3 months കൂടുമ്പോ എവറി 3 months ക്യാപ്റ്റൻ ഓൺ ബോർഡ്. അപ്പൊ പുള്ളി വരും, 3 months കൂടുമ്പോ വരും. പിന്നെ എവിടെ ഇങ്ങനെയൊക്കെ കറങ്ങാൻ പോവും. പിന്നെ പുള്ളിയുടെ ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങും. അങ്ങനെ ഞങ്ങൾ സിനിമകളിലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫുകൾ. 4 പേരും കൂടി ഒരു ദിവസം പോവും പുറത്തേക്ക്. അങ്ങനെ 4 പേരും നമ്മൾ 4 അങ്ങനെയാണ്. പിന്നെ അവരെ പഠിപ്പിച്ചേക്കുന്ന സ്റ്റൈലൊന്നും വ്യത്യാസം. അവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചതല്ല, അതിനേലും കൂടുതൽ കൾച്ചർ അവരുണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അത് ഓനിലും ഇയാളും തമ്മിലുള്ള ഏജ് ഡിഫറൻസിന്റെ കൂടെയാണ്. ഓനിലെപ്പോഴത്തേക്ക് എല്ലാം കണ്ടു തുടങ്ങി. സോ ആ പാത്ത് കുറച്ചും കൂടി ഷെയർ ചെയ്യാനായിട്ട് കോൺഫിഡന്റ് ആണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവോ? അനുസരണ, നല്ല അനുസരണ രണ്ടുപേർക്കും. ആര് വിളിച്ചത്? ഇല്ല, അങ്ങനെയല്ല, അതും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. സ്പീക്ക് ടു ഇംഗ്ലീഷ് ഇല്ല, അണ്ടർസ്റ്റാൻഡ്. അത് മലയാളം മനസ്സിലാവുള്ളൂ. അതായത് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവോന്ന്. ഇല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുക. അതാ തന്നെ ചെയ്തല്ലേ ഇപ്പൊ. അത് അങ്ങനെ ഓക്കെ. ഇതിപ്പം എങ്ങനെയുണ്ട് ഫുൾ ഫാമിലി സപ്പോർട്ട്? ഒനിലിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് എങ്ങനെയുണ്ട്? എന്താ കാണിച്ചാലും സപ്പോർട്ടാണ്. സോ ദാറ്റ് മച്ച് ബിലീവ്. ഞങ്ങളോട് പുള്ളി ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നല്ല പോയത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളും നിങ്ങളെ പോലെ വ്യൂവറായിട്ട് ഇങ്ങനെ കണ്ട് പുള്ളി എങ്ങനെയാണ് ഇവോൾവ് ആവണമെന്ന് നമ്മളും നിങ്ങളൊപ്പം തന്നെയാണ് കാണുന്നത്. ഫസ്റ്റ് റെനീഷയുടെ ഇതിൽ ഞാൻ കണ്ടായിരുന്നു കൂടുതലും മമ്മി പറയണതേ കേൾക്കുള്ളൂ. ലൈക്ക് ആ ഒരു അതിൽ നിന്ന് തന്നെ അതെ അതെ അതെ. ഞങ്ങളത് ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞു മമ്മിയെ കയറ്റി വിട്ടാൽ മതിയായിരുന്നു. അല്ല, അത് ലാലേട്ടനും പറഞ്ഞല്ലേ, അമ്മയായിരുന്നു ഇവിടെ മമ്മി വിട്ടാ മതിയായിരുന്നു അല്ലേ? കാലഘട്ടത്തിൽ ഇന്നലെ ഞാൻ കരഞ്ഞപ്പോ പറഞ്ഞത് ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോ കരഞ്ഞ്, അത് കാണിച്ചില്ല അവിടെ. മമ്മിയുള്ള സ്ട്രോങ് മമ്മിയല്ലേ. അതെ അതെ. എൻ്റെ മമ്മിയുടെ വീഡിയോ ഉണ്ട് സംസാരിക്കുന്നത്. ഞാൻ ആർക്കും കൊടുക്കൂല, അത് മനസ്സിലായി. അതൊരു പേഴ്സണലായി. അപ്പൊ അതില് ഞാൻ നെട്ടി പോയി അല്ല, ഇനിയിപ്പോ ഇതില് ഫാമിലി വീക്ക് പോകുമ്പോ കാണാൻ പറ്റും തോന്നുന്നു. ചിലപ്പം അറിയില്ല എങ്ങനെയാന്നുള്ളത്. 50 days കഴിയും എന്തായാലും. 50 days കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ
എന്ത് അകത്ത് പോയാൽ ഞാൻ പ്രത്യേകം അന്വേഷിച്ചു എന്ന് പറയണം. ഞങ്ങള് പറയും കഥയൊക്കെ സ്വകാര്യത്തിൽ സ്വകാര്യത്തിൽ പറഞ്ഞ നാട്ടുകാർ മുഴുവൻ കേൾക്കും. എന്നോട് ചേച്ചീനെ അറിയാമെന്നുള്ളത് പറഞ്ഞേക്കണത്. എന്താ അറിയാ മോനെ അറിയാലോ. ചേച്ചീനെ അറിയാമെന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഞാൻ സംസാരിച്ചിട്ടുണ്ടാവുക അത്രയും എനിക്ക് ക്ലോസ് അല്ല, നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നോട് എവിടെയോ എന്തോ ഒരു എന്തൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും എന്തെങ്കിലും പ്രോഗ്രാം ബിഗ് ബോസിൽ ചേച്ചി വരുമ്പോ യൂസ് ടു ടെൽ മീ മൈ വൈബ ഗുഡ് ദേവ് എനിക്കറിയാം സംസാരിച്ചിട്ടുണ്ട്. അത് ഇവര് രാത്രി കിടന്ന് ഉറങ്ങില്ലേ രണ്ടുപേരും? രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു ബെഡിലാണ് കിടക്കണം. ഒരു ബെഡില്ല, രാത്രി ഒരു 4 മണി വരെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ അതിനിടയിൽ പല ടോപ്പിക്സും വരും. അത് ഒന്നിലാണെങ്കിൽ എല്ലാത്തിലും അവനെല്ലാം ഒത്തിരി ഹി റീഡ്സ് എ ലോട്ട്. അതെ. അപ്പൊ എന്തായാലും ഫാമിലിക്ക് ചെല്ലുമ്പോ ഞാൻ പ്രത്യേകം അന്വേഷിച്ചു എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഗെയിം നല്ല തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ തന്നെ പോവാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്താലേ നമുക്ക് അവിടെ നിൽക്കാവില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ നേരത്തെ പറഞ്ഞ തന്നെ മമ്മി ഒരു എക്സ്പീരിയൻസ് അല്ലേ? പക്ഷേ നിങ്ങൾ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് വോട്ട് ചെയ്യണേ. എന്റെ മോന് വോട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുത്തണം അല്ലേ? ഇവിടെ അവിടെയാണോ? ഇവിടെ ശരി. ക്യാമറയിൽ നോക്കിട്ട് പറയാ. അപ്പൊ അങ്ങനെ വോട്ട് വെക്കട്ടെ. ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്യുക, പുള്ളിയുടെ കളി കാണുക, ഇഷ്ടപ്പെട്ടാൽ വോട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു, പുള്ളി അടിപൊളിയായിട്ട് കളിക്കണം. അതെ, മോൻ നന്നായിട്ട് കളിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യുക അല്ലേ? അത് മതി. നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അപ്പം അതും ഭയങ്കര സമാധാനത്തിന്റെ പാതയാണ്. ലൈക്കിനോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ അതാണ് ഇപ്പൊ കൂടുതലും കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടസ്റ്റന്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് അയാൾ എന്ത് വൃത്തിയുടെ വെച്ചാലും ഞാൻ ആൾക്ക് വോട്ട് ചെയ്യും. ദാറ്റ്സ് നോട്ട് ഓക്കെ. മനസ്സിലായി? അത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പം വന്നതിൽ വളരെയധികം സന്തോഷം. കുറെ നേരം ലൈക്ക് എന്താ പറയാ, മമ്മി ഇങ്ങനെ കുറച്ച് എനിക്ക് ആ ലാസ്റ്റ് അതാണ് കൂടുതൽ ഇഷ്ടമായി. കാരണം ഷെയർ ചെയ്തിട്ട് ആ ഒരു സംസാരവും കാര്യങ്ങളും വയ്യ കുറച്ച് ഉണ്ടെന്നെങ്കിലും വന്നതിലും സംസാരിച്ചതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഫാമിലി വീക്കിൽ പോകുമ്പോ അന്വേഷിച്ചു എന്ന് പറയണം. താങ്ക് യു. എന്തായാലും കഴിക്കാൻ ഞാൻ വരും. ഭാഗ്യം കിട്ടട്ടെ ഞങ്ങൾക്ക്. ഭാഗ്യം കിട്ടിയിട്ട് ഞങ്ങളെ ഇപ്പൊ പേഴ്സണലി ഞങ്ങളെ ഇപ്പൊ കട്ട് ചെയ്താ ഇല്ല, അയാള് ഭാഗ്യം തരൂ. ഭാഗ്യം ചെയ്തോ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാൻ എന്തായാലും വരും. ഒന്നിൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? തീർച്ചയായിട്ടും ഉറപ്പ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇതും കൊണ്ട് അങ്ങോട്ടും വരും. നിങ്ങൾ ഒരു ദിവസം ഇല്ലെങ്കിൽ ഇതും കൊണ്ട് ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. മോളുടെ വീട്ടിൽ വരാം. എന്റെ വീട്ടിൽ ഇന്റർവ്യൂ എടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല, അതല്ല ഞാൻ ഇങ്ങോട്ട് വരേ. ഫോർട്ട് കൊച്ചിയില് സെറ്റ് ആക്കാം. അപ്പൊ ഞാൻ നമ്മൾക്ക് വിശ്വസിക്കാണ്. തീർച്ചയായിട്ടും വിശ്വസിക്കാം. അപ്പൊ ഒന്നിലായിട്ടുള്ള അടുത്ത FC ബോയ്, ഫോർട്ട് കൊച്ചിൻ ബോയ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഒന്നിലായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഫോർട്ട് കൊച്ചിന്റെ മാപ്പിൽ കാണിക്കുക. അതാണ് അവൻ ഈ ഫോർട്ട് കൊച്ചിനെ ഇങ്ങനെ വരുത്തണം. അതാണ് അവന്റെ ആഗ്രഹം മുഴുവൻ. ആഗ്രഹം പോലെ നടക്കട്ടെ. ഒരു സ്ഥലത്ത് കൂടാം. കൂടാൻ അപ്പൊ ഉന്നീരായിരിക്കും അതിന്റെ അകത്തുള്ള ഹൈലൈറ്റ്, ഞങ്ങളല്ല. ഓക്കെ, ഫൈൻ. അവൻ മരിക്കുമ്പോ അവനായിട്ട് അതെ, ഒരുപാട് കാര്യങ്ങൾ ഇവൻ നമ്മൾ പുറത്തിരുന്നല്ലേ, പൊന്നിയിലും കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അവന് അതെ. അപ്പോ എന്തായാലും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെയല്ലേ നമ്മൾ പറഞ്ഞിരിക്കണത്. പിന്നെ അതുമായിരിക്കും ചിലപ്പോൾ അവൻ പറയുമ്പോൾ എക്സ്പീരിയൻസസ്. അതെ അതെ അതിനേലും വേറെ നല്ലതായിരിക്കുമല്ലോ. നിങ്ങൾ അതിന്റെ അകത്ത് അനുഭവിച്ചിട്ടുള്ളവരൊക്കെ. അതെ അതെ പുറത്തിരുന്ന് കാണുന്ന സാധാരണക്കാരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും സീസൺ നിങ്ങളുടെ അതുപോലെ ആവൂല കേട്ടോ. ഇതൊന്നും ഞാൻ സത്യം എന്റെ മോനെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സീസൺ കാണുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ. അതല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് വെച്ച് ഓഫാക്കി കളഞ്ഞപ്പോഴാണ് കഴിഞ്ഞ സീസൺ. അല്ല 6 ഞാൻ കാണാൻ വെച്ചിട്ട് ഓഫാക്കി കളഞ്ഞു. 7 ഇങ്ങനെയൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ 7 ഇപ്പൊ തുടക്കമൊക്കെ ഇങ്ങനെ ഉടുപ്പൊക്കെ കൊടുക്കണം. അപ്പൊ നമ്മളതായി. പക്ഷെ എന്റെ മോറുള്ള ഞാൻ സത്യം പറഞ്ഞു എന്റെ മനസ്സിൽ 5 വർഷം കാണിച്ചിട്ടുള്ള ആ ഒരു സന്തോഷമുണ്ട് ആ ബിഗ് ബോസ്. കാരണം അത്രയും വെയിറ്റ് ചെയ്ത് അത്രയും ആഗ്രഹം വരുമ്പോ പറയുന്നു. എനിക്ക് ഇവരുടെയൊക്കെ കോംബോ കാണുമ്പോഴേ ഇവർ തല്ലുടുത്ത് കോംബോ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഒത്തിരി. പക്ഷെ ബിഗ് ബോസ് ഇംപ്രൂവ് ചെയ്തു വരും ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പണിയാണ്, ഏടിന്റെ പണി. അത് ഒരാൾക്കും ഉണ്ടാവില്ല. അതാണ് ഇത് പണി. ഇപ്പൊ എന്തെങ്കിലും കയ്യില് മേടിച്ചു കഴിയുമ്പോഴത്തേക്കും പിള്ളേര് ഡ്രസ് മാറ്റിയതൊക്കെ പണിപ്പുര ടാസ്കും സംഭവങ്ങളും നമുക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കാണുള്ളൂ. സത്യം സത്യം.
അതൊക്കെ ഒരു മനസ്സിനെ അവര് ശരിക്കും പറഞ്ഞ മെന്റലി ഇല്ലേ ടോർച്ചറിങ് പോലെ അത് നന്നായി. ഇതൊരു മാഡ് ഹൗസ് ആണ് ഇത് ഫുൾ ടൈം ഇടിയാണ്. വേറൊരു ലോകം തന്നെയാണ്. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നമുക്ക് ഒരിക്കലും ലൈക്ക് യുനോ കാൺട്ട് ഇമാജ്. അത്രയും പക്ഷെ നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫുഡ് ഇൻ ദ സെൻസ് ഇങ്ങനത്തെ ലൈക്ക് ടാസ്ക് അറ്റൻഡ് ചെയ്താലേ ഫുഡ് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇത് തന്നെയാണ്, മിൽക്ക് ഞാൻ കാണുമല്ലോ. കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്തതിനു ശേഷം എന്റെ ഫോണിൽ ചാർജ് മമ്മിയുടെ ഫോണിന്റെ ചാർജ് കഴിഞ്ഞോണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കട്ട് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ വീഡിയോ ആദ്യമായിട്ടുണ്ടെങ്കിൽ നൈസ് ടോക്കിംഗ് ടു യു ഓൾ. സോ ആദ്യമായിട്ടാണ് പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ കിടന്ന് വട്ടം കിടന്നു. കണ്ട ചോദിച്ചിരുന്നിട്ട് കണ്ട എന്നിട്ട് ഇല്ലില്ല, മമ്മി വൈൻഡപ്പ് ചെയ്തോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കല്ലേ. ഒന്നിയിൽ വരുമ്പോ നമുക്ക് ഒന്നുകൂടിയും കാണാം. അതും പറയണം. അതും പറയും. ഓണിൽ വരുമ്പോ ഒന്നും കൂടി നമുക്ക് കാണാം. എന്നെ നിങ്ങൾക്ക് ഫാമിലി വീക്ക് കാണാം. അതെ, അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവും. അതൊക്കെ ഉണ്ടോ അവരെന്തായാലും. ഗോഡ് ബ്ലെസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. വോട്ട് ഇതിന്റെ അകത്തുള്ളവർ തന്നെ ചെയ്തൊക്കെ നിറച്ചു. ലൈക്കും ഷെയറും ചെയ്തില്ലേലും വോട്ട് ചെയ്തേക്കണം. വോട്ട് ചെയ്തേക്കണമല്ല, ഞാനല്ലെങ്കിൽ എല്ലാ ദിവസവും വിളിക്കും വോട്ട് ചെയ്ത. ഇപ്പൊ എന്റെ പണി അതാണ്. കട്ടേമണി